ഓക്കെ, നമ്മൾ എവിടെ നിർത്തിയത്? ഇനി തുടങ്ങേണ്ടത് ലാ തുഫ്തഹുൽ മക്തബത്തു, അതല്ലേ ഉസ്താദെ? ബുക്കുകൾ വന്നിട്ടില്ലല്ലോ, ബുക്ക് കിട്ടിയിട്ടില്ല. അത് തന്നെ. കിട്ടിയില്ലേ? ഇല്ല. എന്താ പറ്റിയത്? നിങ്ങളുടെ ബുക്കാണോ? അല്ലല്ലോ, നിങ്ങളുടെ ബുക്ക് എന്തിന്റെ ലാസ്റ്റ്? എന്നാലും കുറെ ആയില്ലേ, കുറെ മാസമായി ഉണ്ടാവും, ഒരു മാസമൊക്കെ ആയില്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അടുത്ത് കോപ്പി അയക്കാൻ പറഞ്ഞു പേയ്മെന്റിന്റെ. ഞാൻ എല്ലാം ഡീൽ ചെയ്തത്. എന്തിന്റെ? ഞാൻ പറഞ്ഞു ഫാത്തിമാക്ക് ബുക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഫാത്തിമല്ലേ സംസാരിക്കുന്നത്? അതെ അതെ. ഫാത്തിമാക്ക് ബുക്ക് അയച്ചു കൊടുത്തോളൂ എന്ന് ചോദിച്ചു. അപ്പൊ അവിടെ നിന്ന് ഓഫീസിൽ നിന്നും പേയ്മെന്റിന്റെ കോപ്പി അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അതെയാ? അവിടെ അവിടെ എന്തോ ഒരു ഹാങ് ആയി കിടക്കുന്നു. ഞാൻ നാളെ നോക്കിയിട്ട് അത് എന്താണെന്ന് മാനേജ് ചെയ്യാം. അള്ളാനും വൈകോപ്പോ. എന്തായാലും അയച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇപ്പം നിങ്ങൾ പറഞ്ഞിട്ടാണ് വീണ്ടും ആലോചിക്കുന്നത്. അപ്പൊ അത് അവിടെ ഹാങ് ആയി പോയതുകൊണ്ടാണ് പ്രശ്നം. അതായത് പേയ്മെന്റ് കോപ്പി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ലേബൽ ചെയ്തിട്ട് പെൻഡിങ് ടു ഡെസ്പാച്ച് ഇട്ടു. പിന്നെ അവിടെ നിന്നാണ് ഡെസ്പാച്ച് എല്ലാം പോകുന്നത്. അപ്പൊ നിങ്ങളൊരു പേയ്മെന്റ് കോപ്പി വെച്ചിട്ട് പേയ്മെന്റ് തരാതെ വന്നത്. പിന്നെ ഇടയ്ക്ക് എന്താ, ഈ സെക്രട്ടറി മാറി വരും. ഇവിടെയാണ് ഇതെല്ലാം ഉണ്ടായത്. ഒരു മാസം നവംബർ 15 മുതൽ ആളില്ല, ആക്റ്റീവ് ചെയ്യില്ല. നമ്പർ വരെ ഇല്ലെന്ന് വേണം പറയാം. പക്ഷെ അതിനേക്കാളും മുന്നേ ആണല്ലോ ഉസ്താദെ നമ്മളൊക്കെ അയച്ചിട്ടുള്ളതല്ലേ? ക്ലാസ് നേരത്തെ അയച്ചിട്ടുണ്ടല്ലോ, അത്ര നേരത്തെ അല്ലെങ്കിൽ പോലും. നിങ്ങൾ എന്തായാലും ഒരു മെസ്സേജ് അയച്ചിട്ടായിരിക്കും. ഞാൻ നാളെ നോക്കാം. ആയിക്കോട്ടെ, ഇൻഷാല്ലാ. പേയ്മെന്റ് കോപ്പി അയച്ചാൽ മതിയോ ഉസ്താദെ? പേയ്മെന്റ് ഫോർവേഡ് ചെയ്തു. നവംബർ പകുതി കഴിഞ്ഞ ഉടനെ അയച്ചിട്ടുണ്ട്. പകുതി കഴിഞ്ഞിരിക്കണം. അപ്പോ ശിവാക്ക് കിട്ടിയിട്ടില്ല? സഫിറ കിട്ടി? എനിക്ക് കിട്ടിയ, എനിക്ക് നേരത്തെ കിട്ടി, പെട്ടെന്ന് കിട്ടി. പേയ്മെന്റ് കോപ്പി ചോദിക്കുമ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞാൻ പിറ്റേന്ന് നോക്കി, നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ല. ഫാത്തിമ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അതെ, ഞാൻ അത് അയച്ചു കഴിഞ്ഞതല്ലേ, പിന്നെ എന്താന്ന് മനസ്സിലായില്ല. അയച്ചു കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ നോക്കാമെന്നേ പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞതല്ലോ ഉസ്താദെ, ഞാൻ അയച്ചിട്ടുണ്ടല്ലോ. പിന്നെ പേയ്മെന്റ് കോപ്പിക്ക് എന്തോ നോക്കാം ഇൻഷാല്ലാ. നിങ്ങളെ പേയ്മെന്റ് ബാങ്കിൽ വന്നാൽ നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റില്ല. ബാങ്കിൽ വന്ന വെച്ചല്ല നമ്മൾ നോക്കുന്നത്. പേയ്മെന്റ് കോപ്പി നിങ്ങൾ മെസ്സേജിൽ ഇടണം. എന്നാൽ അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഈ പേയ്മെന്റ് ബാങ്കിൽ വന്നുള്ള നോക്കുന്നത്. അല്ലാതെ ബാങ്കിലെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് നമ്മൾ അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല. ഫോളോ അപ്പ് ചെയ്യുന്നത് മുഴുവൻ വാട്സപ്പിലാണ്. ഓഫീസിലേക്കല്ലേ വരിക? അപ്പോ നിങ്ങൾ ഓഫീസ് നമ്പറിൽ ഇട്ടാൽ മതി, അല്ലെ എന്റെ നമ്പറിലേക്ക് ഇട്ടാലും മതി. ഞാൻ എന്തായാലും നാളെ മാനേജ് ചെയ്യാം. ഇൻഷാല്ലാ, ആയിക്കോട്ടെ. വേറെ ആർക്കും കിട്ടാറുണ്ടോ? ലുക്മാൻ സാഹിബിന് കിട്ടിയല്ലോ. കിട്ടി. അപ്പൊ എനിക്ക് മാത്രം കിട്ടിയില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല, സ്മൂത്ത് ആയിട്ട് നടന്നു പോകും. നമ്മൾ വർക്കിന് ഒരു പ്രൊസീജിയർ വെച്ചിട്ടുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ചാണ് പോകുന്നത്. അതിൽ എവിടെയെങ്കിലും വിഘാതം സംഭവിച്ചു കഴിഞ്ഞാൽ അത് വിഘാതമായി. മിസ്സാവില്ല അല്ലെങ്കിൽ അബദ്ധം പറ്റില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയാണ് നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ മാത്രമേ അങ്ങനെ വരുമ്പോഴത്തേക്കും മിസ്റ്റേക്ക് വരാറ്. പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണെങ്കിൽ സ്റ്റുഡൻസ് പെട്ടെന്ന് പ്രതികരിക്കും. പുസ്തകം അയച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങളെ പേയ്മെന്റ് കോപ്പി അയച്ചില്ല, അപ്പൊ പെട്ടെന്ന് തന്നെ അയച്ചേ. അതാണ് വരുന്നത്. നമ്മളെ പേജ് നമ്പർ എത്ര? 32. 2 അല്ലല്ലോ, 7 അല്ലേ? 37 അല്ലേ? 32. ആ, 32. 32. റെന്നൽ ജെറസു അവിടെയാണല്ലേ? അവിടെ അല്ല. അതല്ല, ക്വസ്റ്റ്യൻസ് തുടങ്ങിയല്ലോ നമ്മള്. തമാരിൻ രണ്ടാമത്തേലാണ്. രണ്ടാമത്തേല് മൂന്നാമത്തെ ബുനിയൽ ഇസ്ലാമു അലാ ഖംസ് എന്നുള്ളതാണ്. ബുനിയൽ ഇസ്ലാമു. അപ്പൊ ബുനിയ എന്ത് തരം ഫിഅലാണ്? മജ്ഹൂലാണ്. മജ്ഹൂലാണ്. അതിന്റെ മാറൂഫ് എന്താണ്? അൽ ഇസ്ലാമു.
അല്ല, ബുനിയയുടെ മാറൂഫ് എന്താണ്? ബന ബന. അപ്പൊ ബന എന്ന് പറഞ്ഞപ്പോൾ എന്തായി? ഹദാ പോലെയാണ്, അവസാനം ദീർഘമാണ്. ബുനിയ വന്നപ്പോൾ ആ ഹദാ എന്നുള്ള അലിഫ് മാറിയിട്ട് യ ആണ് വരുന്നത്. ബന എന്ന് പറയുമ്പോൾ അലിഫ് എന്നാണ് നമ്മൾ പറയുന്നത്, അലിഫാണ്, യാന്റെ ഷെയ്പ്പാണെന്നേ ഉള്ളൂ. അങ്ങനെ ഷെയ്പ്പുള്ളതിന് എന്താകും? മജ്ഹൂലാക്കുമ്പോൾ ബന എന്നുള്ളത് ബുനിയ എന്നാകും. ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ. എനിക്ക് മൂന്നാമത്തെ മുതലാണ് എടുക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ഏതെങ്കിലും ഒരു സദസ്സിൽ ഈ ഹദീസൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശീലിക്കണം കേട്ടോ. നമ്മൾ എഴുന്നേറ്റ് വന്നിട്ട് ഞങ്ങൾ അറബി പഠിപ്പിച്ച ഒരു ഭാഗം അറബി പഠിച്ചെന്ന് ഞാൻ അറബികളുടെ കൂടെ അറബി പഠിച്ചതാണ്. എന്റെ കൂടെ വേറെ അനറബികളൊന്നും ഇല്ല അത് പഠിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഒരു ഭാഗം ഇത് വായിച്ച് അവരുടെ സദസ്സിൽ അവതരിപ്പിക്കുന്ന ഒരു ഭാഗം കൂടെ ഉണ്ട്. അവതരിപ്പിക്കുന്ന എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൃത്യമായിട്ട് ശരിയായ ഉച്ചാരണത്തോടുകൂടി വായിക്കുക. കാരണം അറബികൾക്ക് കൃത്യമായിട്ട് വായിക്കാൻ പറ്റും എനിക്കൊന്നുമില്ല, നമുക്ക് പറ്റും. അറബികൾ എന്ത് ചെയ്യും? അവരുടെ സ്പോക്കൺ ലാംഗ്വേജിലേക്ക് പോകും. അതുകൊണ്ട് കൃത്യമായി വായിക്കുന്നത് എങ്ങനെ എന്ന് അവർ കൃത്യമായിട്ട് വായിക്കും. നമുക്ക് എന്ത് ചെയ്യാം? ഒരു സദസ്സിലൊക്കെ നമുക്ക് രണ്ടുപേരും കൂടി ഞാൻ ഹദീസ് പറയാം, ഇത് പറഞ്ഞു കൊടുക്കുക, മനഃപ്പാടമാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുക. അതേപോലെ ഖുതില അലിയുൻ റളിയല്ലാഹു അൻഹു ബിൽ കൂഫത്തി. എന്തായി? മജ്ഹൂലാണ് ഖുതില. അപ്പൊ ബുനിയ വന്നപ്പോൾ എന്തായി? അൽ ഇസ്ലാമു എന്ന് വന്നു. ഇസ്ലാമു നാഇബുൽ ഫാഇൽ. അതേപോലെ ഖുതില അലിയുൻ എന്ന് പറഞ്ഞപ്പോ അലിയ് നാഇബുൽ ഫാഇൽ. അടുത്തത് സംശയങ്ങളുണ്ടെങ്കിൽ തീർത്തു പോണേ. ആർക്കെങ്കിലും ഉറക്കം വരാണെങ്കിൽ അപ്പോഴേ പറയണം. അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും പണി ചെയ്യാം. നമുക്ക് മുനാക്കഷ നടത്താം, അന്നേരം നമുക്ക് ചർച്ച നടത്താം. ശരിയാണ്. ലാ തുഫ്തഹുൽ മക്തബത്തു യൗമൽ ജുമുഅത്തി. ഇപ്പൊ ലാ തുഫ്തഹുൽ മക്തബത്തു, ഇപ്പൊ ഫതഹ യഫ്തഹുവിന്റെ അല്ലെങ്കിൽ തഫ്തഹുവിന്റെ മജ്ഹൂലാണ് തുഫ്തഹു. മക്തബത്തു നായിബുൽ ഫാഇൽ. അൽ മക്തബത്തു നായിബുൽ ഫാഇൽ. യൗമൽ ജുമുഅത്തി, സമയം അല്ലെങ്കിൽ ദിവസം പറയുന്നത് കൊണ്ട് യൗമിൽ നസ്ബ്. യൗമൽ ജുമുഅത്തി, ജുമുഅ ദിവസം. ജുമുഅയുടെ ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഇളാഫത്ത് ചെയ്തതിന്റെ പ്രസക്തി മനസ്സിലാകും. അതേപോലെ തന്നെയാണ് എല്ലാ ദിവസങ്ങളും, എല്ലാ നമസ്കാരങ്ങളും, എല്ലാ സൂറത്തുകളും ഇളാഫത്ത് ചെയ്തിട്ടാണ് വരിക. وجد هذا القلم تحت المكتب. കണ്ടു. കാണപ്പെട്ടു. നമ്മളെ മലയാളത്തിൽ പറയുമ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയെന്ന് പറയുമല്ലോ. എനിക്ക് അവിടെ നിന്ന് കിട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ആ അർത്ഥത്തിൽ വരുമ്പോൾ ഉജിതയാണ് ഉപയോഗിക്കുന്നത്. ഉജിത ഹാദൽ കലമു. അപ്പൊ ഹാദൽ കലമു കലമ് പറയുകയാണെങ്കിൽ ഉചിത ഉപയോഗിക്കാം. ഞാൻ കണ്ടു എന്ന് പറഞ്ഞെങ്കിൽ അനവജത എന്ന് പറഞ്ഞാൽ മതി. അല്ല, അനവജത്തു എന്ന് പറഞ്ഞാൽ മതി. അനം വേണ്ട. അപ്പൊ വജത്തു ഹാദൽ കലമ എന്ന് പറയണ്ടേ? അതെ, വജത്തു ഹാദൽ കലമ എന്ന് പറയണം. ഉജിത ഹാദൽ കലമു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വജത്തു പറയേണ്ട കാര്യമില്ല. അപ്പൊ കലമിനോട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ നാഇബുൽ ഫാഇലിനനുസരിച്ച് ഫിഇല് മാറ്റണം. അപ്പോ മക്തബത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് തുഫ്തഹു എന്ന് പറഞ്ഞു, ലാ തുഫ്തഹു എന്ന് പറഞ്ഞു. അപ്പോ ഓപ്പൺ ചെയ്യുന്ന ആമിലാണ് എന്ത് ചെയ്യുന്നത്? പണിക്കാരനാണ് വന്നിട്ട് ലൈബ്രറി തുറക്കുന്നത്. പക്ഷേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ലാ യഫ്തഹുൽ ആമിലുൽ മക്തബത്ത എന്നാണ് പറയേണ്ടത്. അതെ അതെ. ആ ലേബർ വന്നിട്ട് ലൈബ്രറി തുറക്കുകയില്ല എന്നാ പറയേണ്ടത്. അതേസമയം അത് ആമിലത്താണെങ്കിൽ ലാ തഫ്തഹുൽ ആമിലത്തു എന്ന് പറയാം. ഓഫീസ് അത് തുറക്കപ്പെടുന്നില്ല. അപ്പം ലൈബ്രറി
ലൈബ്രറി മക്തബത്താണ്. ലൈബ്രറി സ്ത്രീലിംഗമായതുകൊണ്ട് അതിന് അനുയോജ്യം, അത് നായിബിൽ ഫായിലാണെങ്കിൽ അതിന് അനുയോജ്യമായിട്ടാണ് ശ്രേണിക്ക് മാറ്റുന്നത്. കർത്താവ് അറിയപ്പെടുന്നില്ലെങ്കിൽ കർമ്മത്തിന്റെ അനുയോജ്യമായിട്ടാണ് ക്രിയ മാറ്റുന്നത്. ലാ തുക്തബുൽ മക്തബത്തു യൗമൽ ജുമഅ. അതേപോലെ തുഖ്തഉ യദു സാരിഖി, തുഖ്തഉ യദു സാരിഖി. അപ്പൊ യദെന്താണ്? മുഅന്നസാണ്. നായിബുൽ ഫായില്. മനസ്സാണ്. അവയവങ്ങൾ, പേരായിട്ടുള്ള അവയവങ്ങള്. നമ്മള് സൂറത്തുൽ ലഹബ് പഠിച്ചില്ലേ? തബ്ബത്ത് യദാ അബീ ലഹബ്. അപ്പോ യദാനി, അപ്പൊ യദാനി പറഞ്ഞിട്ട് എന്താണ്? നമുക്കറിയാം പേരായിട്ട് വരുന്ന അവയവങ്ങളെല്ലാം എന്താണ്? സ്ത്രീലിംഗമാണ്, ജോഡിയായിട്ട് വരുന്നത്. മനസ്സാവും. അപ്പോ തുഖ്തഉ യദു സാരിഖി. കള്ളന്റെ കൈ മുറിക്കണം. മുറിക്കപ്പെടണം, മുറിക്കണം. അതെ. തുഖ്തഉ ഫേല് മുളാരിയാണ്, ഫേല് മുളാരിയാണ്, മജ്ഹൂലാണ്. തുഖ്തഉ യദു സാരിഖി. അസ്സാദിസ് ലാ യുസ്മഉൽ അദാൻ. അപ്പൊ അദാൻ മുദക്കറായതുകൊണ്ട് ലാ യുസ്മഉ എന്ന് പറയും. ലാ യുസ്മഉ, ബാങ്ക് കേൾക്കപ്പെടുകയില്ല. ഫീ ബൈത്തിന, ഞങ്ങളുടെ വീട്ടിൽ. നമ്മൾ പറയാ ബാങ്ക് കേൾക്കൂലെന്നാണ്, വീട്ടില് ബാങ്ക് കേൾക്കൂലെന്ന് പറയും. നമ്മൾ മലയാളത്തില് മലയാളത്തില് കർമ്മണി പ്രയോഗം വരുമ്പോൾ കർമ്മമാകാൻ സാധ്യതയില്ലാത്ത വാക്കുകൾ, അല്ല കർത്താവാകാൻ സാധ്യതയില്ലാത്ത വാക്കുകൾക്ക് മാറ്റി പറയും. പൂ പറിക്കുകയില്ല, പൂവിനെ പറിക്കുകയില്ല എന്ന് പറയില്ല. ബാങ്ക് കേൾക്കില്ല എന്ന് പറയുന്നതിന് ബാങ്ക് വന്നിട്ട് കേൾക്കില്ലല്ലോ, ബാങ്ക് കേൾക്കുന്ന ഒരു വിഷയം വരുന്നു. ബാങ്കിനല്ല കേൾക്കുന്നത്, നമ്മളാണ് കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മലയാളത്തിൽ അങ്ങനെ പറഞ്ഞാലും മതി. പക്ഷെ അറബിയിൽ അങ്ങനെയല്ല. അറബിയിൽ ലാ യുസ്മഉൽ അദാൻ എന്ന് പറയാം. ലാ യസ്മഉൽ അദാൻ എന്ന് പറയാൻ പറ്റില്ല. ലാ യുസ്മഉൽ അദാൻ, ബാങ്ക് കേൾക്കപ്പെടുകയില്ല. ഈ ബൈത്തിന യജിബു അൻ യുക്തബൽ ഉൻവാൻ. യജിബു എന്ന് പറയുന്നത് യുംകിൻ എന്ന് പറയുമല്ലോ നമ്മള്. യുംകിൻ ഉപയോഗിക്കുന്ന പോലെ ഒരു പ്രയോഗമാണ് യജിബു എന്ന് പറയുന്നത്. യജിബു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എസെൻഷ്യൽ, ഇറ്റ് ഈസ് എസെൻഷ്യൽ എന്ന അർത്ഥത്തിലാണ് യജിബു ഉപയോഗിക്കുന്നത്. അതേപോലെ വജബ അലൈന എന്നും പറയും, ഞങ്ങളുടെ മേൽ നിർബന്ധമാണ്. ഇവിടെ മുളാരിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. അവിടെ യുംകിൻ ഉപയോഗിച്ച് പറഞ്ഞല്ലോ, പെർമിഷൻ ചോദിച്ച സന്ദർഭത്തിൽ. അതേപോലെയാണ് യജിബു. യജിബു അൻ യുക്തബൽ ഉൻവാൻ. ഉൻവാൻ എന്താണ്? അഡ്രസ് എഴുതപ്പെടൽ നിർബന്ധമാണ്. ബിഖത്തിൻ വാദിഹിൻ. ഖത്ത് എന്താണ്? എഴുത്തല്ലേ? കത്ത് എന്ന് പറയുന്നത് അത് അറബിയെ മലയാളത്തിലേക്ക് വന്നപ്പോൾ മലയാളത്തിലുള്ള അർത്ഥമാണ്. വ്യക്തമായ അക്ഷരത്തിൽ, അല്ലെങ്കിൽ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ബനു 63 സനതൻ. കോപിച്ചെന്നാ? എന്താണ് അർത്ഥം? മനസ്സിലായില്ല. പിടിക്കപ്പെട്ടു. ഖദബാണ്, കോപം. ഖദബ്, ഖദബ് കേട്ടാ. അപ്പം കാഫില്ല അവിടെ ഖദബില്, മാത്രമല്ല ബ അവസാനമാണ്. കുബില എന്ന് പറഞ്ഞാൽ റൂഹ് പിടിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. കുബില നബി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് പിടിക്കപ്പെട്ടു. വഹുവ ബിനു 63 സനതൻ. 63 വയസ്സ്. അങ്ങനെ ഒരു പ്രയോഗമുണ്ട് ഇബിനു ഉപയോഗിച്ചിട്ട്. വയസ്സുള്ള ആള്, ഇത്ര വയസ്സുള്ള ആള് എന്ന് പറയുമ്പോൾ ഇബിന് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. വഹുവ ഇബിനു സലാസിൻ എന്ന് പറഞ്ഞാൽ, ഇബിനു സലാസിൻ എന്ന് പറഞ്ഞാൽ റജുലൻ, 23 വയസ്സുള്ളവനായിരിക്കും. മാൻ ഹാവിങ്, അതെ, 63 വയസ്സുള്ള ആള് ആയിരിക്കുമ്പോൾ വഹുവ വാവുൽ ഹാൽ. അപ്പൊ എന്തിനാ ഇബ്നു ചേർക്കുന്നത്? എന്താണ്? ആള് പറയാൻ വേണ്ടി. ആള് മലയാളത്തിൽ നമ്മൾ പറയില്ലേ, 63 വയസ്സുള്ള ആളായിരിക്കുമ്പോഴാണ് മരിക്കുന്നതെന്ന് പറയില്ലേ, വയസ്സുള്ള ആളാണെന്ന് പറയും.
ആ ആള് എന്ന് പറയാൻ വേണ്ടിയാണ് ഇബിൻ ഉപയോഗിച്ചത്. നമ്മൾ ഇബിന് സബീൽ എന്ന് പറയൂലേ, ഇബിന് സബീൽ എന്ന് പറഞ്ഞാൽ എന്താ? വഴിയാത്രക്കാരൻ. അതേപോലെ അതേപോലെ ഇബിന് സലാഫിൻ സിത്തീന എന്ന് പറഞ്ഞാൽ എത്ര വയസ്സുള്ള ആൾ. അപ്പൊ പ്രായം ഉപയോഗിക്കാൻ വേണ്ടി, പ്രായം പറയാൻ വേണ്ടി അങ്ങനെ ഇബിന് ഉപയോഗിച്ചിട്ട് പറയും. ഞാൻ ഇത്ര വയസ്സുള്ള ആളാണ് എന്ന് പറയാൻ വേണ്ടി അങ്ങനെ പറയും. അയാൾ ഇത്ര വയസ്സുള്ള ആളാണ് എന്ന് പറയാൻ വേണ്ടി ഇബിന് ഉപയോഗിച്ചിട്ട് പറയും. ഇബിന് സലാഫിൻ സിത്തീന സനത്തൻ. تأمل ما يلي جلس الطالب هنا الطالب فاعل. جلس الطالب എന്ന് പറഞ്ഞാൽ طالب ഫായിലാണ്. والفاعل يتقدمه فعل مبني للمعلوم. فاعل വന്നാൽ يتقدم. പെടുക എന്നുള്ളതുണ്ടോ? അത് മജ്ഹൂലാണോ? കദ്ദമ മുന്തിച്ചു. തഖദ്ദമ പെടലല്ല, മജ്ഹൂലല്ല. തഖദ്ദമ മുന്തി, അതിനെ മുൻകടക്കുന്നു. യതഖദ്ദമുഹു ഫിഅലുൻ മബ്നിയ്യുൻ ലിൽ മഅലൂം. മഅറൂഫായ കർത്താവ് അറിയപ്പെടുന്ന ഒരു ക്രിയ അതിന് മുമ്പുണ്ടാകും ഫായിലാണെങ്കിൽ. ജലസ ത്വാലിബു ഹുന അത്വാലിബു. ഇവിടെ ത്വാലിബ് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ നാമം അത് ഫായിലാണ്. അൽ ഫായിലു, ഫായിൽ എന്നാൽ യതഖദ്ദമുഹു അതിന് മുൻകടക്കും ഫിഅലുൻ മബ്നിയ്യുൻ ലിൽ മഅലൂം, കർത്താവ് അറിയപ്പെടുന്ന തരത്തിലുള്ള ഒരു ക്രിയ. ഓക്കെ. സുഇല ത്വാലിബു എന്ന് പറഞ്ഞാലോ? താലിബു എന്ന് പറഞ്ഞാൽ ഹുന അത്താലിബു നായിബു ഫായിലിൻ. ഇവൻ നായിബു ഫായിലാണ്. പ്രതിനിധിനാണ് പറയുക, പക്ഷെ നായിബുൽ ഫായിൽ എന്ന് ഒരുമിച്ച് പറയണം. നായിബുൽ ഫായിലി എന്ന് പറഞ്ഞാൽ നായിബുൽ ഫായിൽ യതഖദ്ദമുഹു ഫിഅലുൻ മബ്നിയ്യുൻ ലിൽ മജ്ഹൂൽ. അതിനു മുമ്പ് മജ്ഹൂലായ ഒരു ക്രിയ വരും, കർത്താവ് അറിയപ്പെടാത്ത ഒരു ക്രിയ വരും. ഓക്കെ. അറാബിയ ഇബിനിൽ അഫ്ആൽ അല്ലാത്തിയ ലിൽ മജ്ഹൂൽ. ഇബിനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ്? ഉണ്ടാക്കുക. ഖുർആനിൽ വായിച്ചിട്ടുണ്ട് ഇബിനി എന്ന വാക്ക്. എന്താണ്? എന്താണ് ആയിട്ട് പറയും. അത് ബഹുവചനാണ്. ഏകവചനം പിന്നെ തഹരീമിലുണ്ട്. അതേപോലെ യാ ഹാമാൻ ഇബ്നു ലി. കാഫിറിലുണ്ട് അക്കാല പിതാവിനെ യാ ഹാമാൻ ഇബ്നു ലി ഫർഹൻ. ഇതെല്ലാം ആഫിളാത്താണ്. മാഷാഅല്ലാഹ്. ഇബ്നുൽ അഫ്ആൽ അല്ലാത്തിയ ലിൽ മജ്ഹൂൽ, മജ്ഹൂലാക്കുക. നമ്മൾ വാക്കുകളൊക്കെ പഠിക്കും, അതെല്ലാം ഖുർആനിൽ ഒന്നുകൂടെ നോക്കിയാൽ നമ്മൾ ആയത്തും കൂടെ വരും, നമ്മുടെ മെമ്മറി വർക്ക് ചെയ്യും. നമ്മൾ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയാലേ ശരിക്കും ആയത്തുകളുടെ അർത്ഥം നമുക്ക് മനസ്സിലാവും. ലാഹിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ് ലാഹിൽ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക എന്നാണ്. ലാഹിൽ. ലഹലത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു മൂമെന്റ്. ലാഹള യുലാഹിലു എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു. ലാഹിൽ അന്നൽ ഫിഅലൽ മാളിയ. അപ്പൊ മാളി എന്നുള്ളത് അതിന് അവസാനം നസ്ബ് വന്നപ്പോ അതിന് പത്ത് കൊടുക്കും. അൽ ഫിഅലൽ മാളിയ, അന്നൽ ഫിഅലൽ മാളിയ അൽ മബ്നിയ ബിൽ മജ്ഹൂൽ. അപ്പൊ അൽ ഫിഅല് അതിന്റെ വിശേഷണമാണ് അൽ മാളി, അൽ മബ്നി, അൽ മബ്നിയ ലിൽ മജ്ഹൂൽ. മജ്ഹൂലിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതായ ഫിഅല് മാളി. യുക്സറു മാ ഖബല ആഖിരിഹി. യുക്സറു മാ ഖബല ആഖിരിഹി, അവസാനത്തിന്റെ മുമ്പത്തതിന് അതിനെ സെക്കൻഡ് ലാസ്റ്റ് എന്ത് ചെയ്യണം? കസർ ചെയ്യപ്പെടണം. നമ്മൾ ഇത് മനസ്സിലാക്കിയല്ലോ. നമ്മൾ ആദ്യം ഒരു ഫുത്തീഹ എടുത്തു വയ്ക്കുക എന്ന് ചിന്തിച്ചാൽ മതി.
കാരണം നമ്മളിത് നേരത്തെ പഠിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ പാറ്റേൺ എങ്ങനെയാണെന്നുള്ള നേരത്തെ നമ്മൾ ചൊല്ലി പഠിച്ചിരിക്കും. അതുകൊണ്ട് ഇത് മനസ്സിലാകണമെങ്കിൽ അതൊരു വാക്കങ്ങനെ മജ്ഹൂലായ ഒരു വാക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് എന്താണ് പറയുന്നത് നമുക്ക് ലാംഗ്വേജ് മനസ്സിലാവും. അപ്പൊ മാക്കബില ആഖിർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ലാസ്റ്റ്, അവസാനത്തിന് മുകളിൽ. യുക്സറു മാ ഖബല ആഖിരിഹി, അതിന്റെ അന്ത്യത്തിന്റെ മുമ്പുള്ള അക്ഷരം കസ്ർ ചെയ്യപ്പെടും. വയുളമ്മു കുല്ലു മുതഹർരികിൻ ഖബലഹു, വയുളമ്മു കുല്ലു മുതഹർരികിൻ ബഅദഹു. അപ്പൊ ഒരു പുതിയ കാര്യം, ബാക്കിയുള്ളതിന് അതിന് മുമ്പുള്ളതിനെല്ലാത്തിനും അക്ഷരങ്ങൾക്കെല്ലാം. അപ്പൊ ഒന്നിലധികം വാക്കുണ്ടെങ്കിൽ, ഉദാഹരണം ഇസ്തഗ്ഫറ എന്ന് പറഞ്ഞു വിചാരിച്ചു. ഇസ്തഗ്ഫറയുടെ മജ്ഹൂൽ എന്തായിരിക്കും? കുല്ല മുതഹർരിക്കൻ എന്നാ പറഞ്ഞത്. മുതഹർരിക്കൻ എന്ന് പറഞ്ഞാൽ അടയാളമുള്ളത്, ചലനമുള്ളത്. തഹറക്ക എന്ന് പറഞ്ഞാൽ ചലിക്കുന്നു. മുതഹർരിക്ക് ചലനമുള്ളത്. അടയാളമുള്ളതിനെല്ലാം ലമ്മായിരിക്കും, ഇല്ലാത്തതിന് സുക്കൂനെങ്കിൽ സുക്കൂന്. അപ്പൊ ഇസ്തഗ്ഫറയുടെ സുക്കൂൻ മാറുന്നില്ല, സീന്റെ സുക്കൂൻ മാറുന്നില്ല. അല്ലാത്തതിനെല്ലാം എന്താണ്? ഓക്കെ. യുളമ്മു കുല്ലു മുതഹർരികിൻ ഖബലഹു, അതിന് മുമ്പുള്ള എല്ലാത്തിന്റെയും, എല്ലാ മുതഹർരിക്കിനും ലമ്മായിരിക്കും. നഹ്വ കതബ കുതിബ, ഒന്ന് മാത്രമുള്ളത് നമുക്ക് അറിയാൻ പറ്റും. കതബ കുതിബ സെക്കൻഡ് ലാസ്റ്റിന് കസ്ർ കൊടുക്കുവാൻ മുമ്പുള്ളത് ലമ്മ, ഒന്ന് മാത്രമേ ഉള്ളത്. ബാക്കിയൊന്നും നോക്കേണ്ട കാര്യമില്ല അല്ലെ? വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, ഇത് മാത്രം നോക്കിയാൽ മതി. സെക്കൻഡ് ലാസ്റ്റ് മാത്രം നോക്കുക. അതിന് മുമ്പുള്ള ഫസ്റ്റ് അല്ല, ബാക്കി എല്ലാം ലമ്മ തന്നെ. അതെ, സെക്കൻഡ് ലാസ്റ്റിന് കസ്റാക്കുക. ബാക്കി എല്ലാം യുളമ്മു കുല്ലു മുതഹർരികിൻ, ഹർക്കത്തുള്ള എല്ലാത്തിന്റെയും. ഹർക്കത്ത് സുക്കൂൻ വേറെയാണ് കേട്ടോ. സുക്കൂൻ ഹർക്കത്തല്ല, ഹർക്കത്തില്ലല്ലോ. അതെ, സുക്കൂൻ എന്ന് പറഞ്ഞാൽ മിസ്കിൻ, ആളൊന്നുമില്ല. നമ്മൾ പണ്ട് പോലെ പറയുന്നതാണ്. അപ്പൊ മുതഹർരിക്കത്തായിട്ടുള്ള ഹർക്കത്തുള്ളതിനെല്ലാത്തിനും എന്താണ്? നഹ്വ് കതബ കുതിബ. അൽ മബ്നിയു ലിൽ മാലൂമി അൽ മബ്നി അവിടെ ഹെഡിങ് കൊടുത്തു. ഇത് എഴുതാൻ പറഞ്ഞാൽ ആരെങ്കിലും എഴുതിയിട്ടോ? ഗ്രൂപ്പിലിട്ടിട്ടില്ല, എഴുതിയിട്ടുണ്ട്. നോക്കാൻ പറയാൻ പറ്റുള്ളൂ, എഴുതിയിട്ടില്ല. അപ്പൊ മബ്നിയു ലിൽ മാലൂം ഇവിടെ ഉണ്ട്, മബ്നിയു ലിൽ മജ്ഹൂൽ എഴുതുന്നുണ്ട്, മബ്നിയു ലിൽ മാലൂം പുറത്തുണ്ട്. സമിയ സുമിയ റബഹ റുബിഹ ബനാ ബുനിയ ബുനിയ വജദ വുജിദ വലദ ഉലിദ കുത്തിബ വജദ വുജിദ ശരിബ ശുരിബ ഓസില അഖദ ഉഖിദ ഹുഫിള സഅല സുഇല ഖുരിയ ഖുരിയ. കൊരിയ വരുമ്പോ ഹംസ് മാറും കേട്ടോ. ഹംസ് മാറിയിട്ട് യാന്റെ മുകളിൽ കൊടുക്കും. അപ്പൊ അതിന്റെ ഹംസിന്റെ മുമ്പുള്ളതിന് കെസറാകുമ്പോ എന്ത് ചെയ്യണം? യാന്റെ മുകളിൽ. ബന എന്നുള്ളത് ബുനിയായി. ഓക്കെ. ഇതിനിൽ ആത്തിയതിൽ മജ്ഹൂൽ ലാഹിൽ. അപ്പൊ ഈ താഴെ വരുന്നതിലേക്ക് എന്ത് ചെയ്യണം? പേരുകളെയൊക്കെ മജ്ഹൂലാക്കണം. ലാഹിൽ അന്നൽ ഫേലുൽ മുളാരിഅ. ഇവിടെ ഇതിൽ ലഫാലാൻ പറഞ്ഞിട്ട് അതിനെ നമ്മൾ ശ്രദ്ധിക്കാൻ പറഞ്ഞതാണ് കാര്യം. അതേപോലെയാണ് ഇവിടെയും ഇതിനിൽ ലഫാല അല്ലാത്തിയെ മജ്ഹൂലാക്കണം. ലാഹിൽ അന്നൽ ഫേലുൽ മുളാരിഅ അൽ മബ്നിയൽ മജ്ഹൂലി യുളമ്മു അവ്വലുഹു. നേരത്തെ പറഞ്ഞത് മാളിയാണ്, ഇവിടെ മുളാരി പറയാൻ പോകണം. മുളാരി എന്ത് ചെയ്യണം? യുളമ്മു അവ്വലുഹു. യുളമ്മു ലമ്മ യളുമ്മു ആണ്. അതിനെ എന്ത് ചെയ്യാൻ? മജ്ഹൂലാക്കിയിട്ടാണ് യുളമ്മു. ലമ്മ ആക്കപ്പെടും, ലമ്മ് ചെയ്യപ്പെടും. അവ്വലുഹു മുളാരിയുടെ ഒന്നാമത്തേത് എന്ത് ചെയ്യണം? ലമ്മാക്കപ്പെടണം. വയുഫ്തഹു മാ ഖബല ആഖിരിഹി. സെക്കൻഡ് ലാസ്റ്റിന് എന്ത് ചെയ്യണം? ഫത്തഹ കൊടുക്കണം.
അപ്പൊ യക്തുബു എന്നുള്ളത് ആ യുക്താബു എന്നാണ്. ശരി. യഷ്റബു യുഷ്റബു. ആ, യഅബുദു യുഖ്റബു, യുഅബദു. യുഅ്ബദു, യുഅബദു. യുഖ്തഉ, യഖ്തഉ യുഖ്തലു, ഓക്കെ. യഖ്തഉ. യുബ്ന. യുബിന അത് എബിനി എന്നുള്ള എന്താ പറയാ? യബ്നി യുബിന. യുബ്ന. എന്താണ് യബ്നി എബിനി യുബ്ന. ബന യബിനി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ യബിനി എന്നുള്ളതിന് എന്താകും? യുബിന. യുബ്ന. ابن യക്വി യുക്വ. യുബിന യദഉ എന്നാണോ വരിക? മറ്റത് യുബന യുക് യുബന യുബന. യബിനി എന്നുള്ളത് യുബനായാവും. അപ്പൊ എന്താകും? യായുടെ യക് ഡോട്ട് പോകും. യക്വി യുക്വ. യദഉ യുദഅ. ആ, യദു എന്നുള്ള എന്തായി? യദഉ യുദഅ എന്ന് വാവിട്ട് എഴുതും. മജൂലാക്കുമ്പോൾ യുദ യുദആ എന്ന് വരും. യുദഅ. യാ അല്ലാവുക വാവിന് യാ. അതോ? ആ ആ അലിഫിന്റെ യഫ്ഹമു യാന്റെ ഷേപ്പിലുള്ള അലിഫാണ്. ആ ആ യഫ്ഹമു യഫ്ഹമു. യുഫ്ഹമു. യുഫ്ഹമു, അതെ. യഖ്ലുഖു. യഖ്ലുഖു യുഖ്ലഖു. യുഖ്ലഖു, യഅഖുദു. يؤخذ യുഖദു, യൂഹദു. അഷ്റഫ് യുഖദു. സാഹിബ്, അഷ്റഫ് സാഹിബ് എന്താ പറയാത്തൊന്നും? കേൾക്കണം. യൂഖദ് എന്നുള്ള വാവിന്റെ മുകളില് അല്ല, എനിക്കിപ്പോ നിങ്ങളെ എല്ലാവരുടെയും വോയിസ് മനസ്സിലാകും. അപ്പൊ കുറച്ച് ആരാണ് കഴിഞ്ഞിട്ട് മിണ്ടായിരിക്കുന്നതെന്നും പതുക്കെ പറയുന്ന ആരാണെന്നൊക്കെ എനിക്കറിയാം. ലുക്മാൻ സാഹിബ് പതുക്കെ എങ്ങനെ പറയുന്നുണ്ട്? അല്ല മായി യുഹദ് അല്ലേ വരുള്ളൂ, അല്ല യൂഹദ് അല്ലല്ലോ ഉസ്താദ് വരിക. നേരത്തെ വിളിക്കുന്നുണ്ട് അല്ല ഉസ്താദ്. യൂഖദ് എന്നാണ്. ആ, ആ ഓക്കെ. യുഹദ് അല്ലേ മാരിയക്കുട്ടി വരുള്ളൂ. എന്താ പറയുന്നത്? വല്ലതും പറയുന്നുണ്ടോ? യലിദു, യൂലദു. ഓക്കെ. എലിതു എന്നുള്ളത് യൂലതു എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയാ അങ്ങനെ വരുന്നു ഉസ്താദെ? യലിദു എലിതു എന്നുള്ളത് എന്താ? യോ ലതു എന്നാണ് പറയേണ്ടത്. യോ അതെങ്ങനെ യൂ ദീർഘം വന്നത്? യോ ലതു എന്ന് പറഞ്ഞപ്പോ പിന്നെ എന്തായി? യാ എന്നുള്ള അമ്മും വാവിന് സുക്കൂനും വന്നപ്പോ അതിനെ അനുയോജ്യമായ ഹർക്കത്ത് ഉള്ള രീതിയിലേക്ക് അതിനെ ദീർഘിപ്പിച്ചു. അല്ല എങ്ങനെ ഈ വാവ് കടന്നുകൂടിയത്? വലത 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 എന്ന് പറഞ്ഞു. വലത വലത എലിതു. വലത വാവ് എലിദു കടന്നുകൂടിയത് എന്റെ എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം കാല പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ ഓർമ്മയുണ്ട്. കവല. അതായത് ഇവരെന്താ? ദുർബലാക്ഷരങ്ങളാണ്. ഇവര് പരസ്പരം സഹായിക്കും. ഒരാൾക്ക് പകരം വേറൊരാൾ കയറി വരും എന്നൊക്കെ പറഞ്ഞു. അപ്രത്യക്ഷമായിട്ടൊക്കെ കാല. കയറി വരും. അപ്പൊ കാല പറഞ്ഞു, ആ കാല പറഞ്ഞു, യകൂല് പറഞ്ഞു, ഓ കാലയക്കുലു. ആ ഈല പറഞ്ഞു, കാല പറഞ്ഞു. അപ്പൊ കാല, യുക്കാലു പറഞ്ഞു. യകൂലു വാവ് വന്നു. പിന്നെ കീല യുക്കാലു. പറയപ്പെട്ടു എന്ന് പറയുമ്പോ യാ വന്നു. ഈ പറയപ്പെട്ട വാക്കുകൾ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. കാല, യകൂലു, കീല. അപ്പൊ ഈ അലിഫും വാവും യായും മാറി മാറി വരും. മുന്നൊക്കെ വരും. നമ്മൾ ദുആ പറഞ്ഞപ്പോഴത്തേ ബന ബന യദു വന്നപ്പോ വാവല്ലേ? യദു വന്നപ്പോ വാവാണ് അല്ലേ? ദഅ വന്നപ്പോ അലിഫാണ്. ദഅ വന്നപ്പോ അലിഫാണ്. യദു വന്നപ്പോ വാവാണ്. യദുവിനെ മജ്ഹൂലാക്കിയപ്പോ എന്തായി? യുദ്ആയായി അല്ലെ? യദു വന്നപ്പോ യുദ്ആയായി. അപ്പൊ വാവ് ഉണ്ടോ? ഇല്ല, യാ വന്നു. അലിഫിന്റെ ഷേപ്പിലുള്ള അലിഫിന്റെ ഷേപ്പിലുള്ള യാ വന്നു. യായാണ്. യലിദു, അതേപോലെ യൂലു. ബന യബിനി. ബന വന്നപ്പോഴത്തേക്ക് അലിഫാണ് ശരിക്കുമുള്ളത്. പിന്നെ യുബ്ന, യബിനി വന്നപ്പോ യായായി. പിന്നെ യുബിനാണ് യുബ്ന, വീണ്ടും പഴയതിലേക്ക് പോയി. ബന, യുബ്ന. അപ്പൊ ഇവിടെ അത് നിങ്ങൾ ചോദിച്ചതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ലാഹിൽ അന്ന വാവൽ മിസാലി. ഈ പിന്നെ എന്താ പറയാ, മധ്യത്ത് വാവ് വരുന്നത് മിസാൽ ഏതാണ്? തുടക്കത്തിൽ വാവ് വരുന്നത് വലത് എലിതു. വലത് എലിതു. അന്ന വാവൽ മിസാലി ലാ തുഹ്ദഫു ഫിൽ മുളാരി. മുളാരി വരുമ്പോൾ എന്തായി? അത് മബ്നിയിൽ മജ്ഹൂൽ. മജ്ഹൂലാകുമ്പോൾ അത് കളയപ്പെടില്ല. വലത വരുമ്പോൾ മഅറൂഫിലാകുമ്പോൾ വലത എലിതു എന്ന് വരും. അപ്പൊ എന്ത് ചെയ്യും? ആ ദുർബലാക്ഷരം കളയുകയാണ് ചെയ്യുന്നത്. വലത യജിദു, വലത എലിതു. അപ്പൊ എവിടെയെല്ലാം എന്ത് ചെയ്യും? മുളാരിയില് ദുർബലാക്ഷരം പോകുന്നു. കൂട്ടിച്ചേർക്കണ്ടേ? മജ്ഹൂലാകുമ്പോൾ കളയുകയില്ല. ലാ തുഹ്ദഫു കളയുകയില്ല. മിസാൽ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ വാവുള്ളത്. അവ്വലുഹു വാവും. അവ്വലുഹു എന്താ പറയാ, അവ്വലുഹു മുഅ്തല്ലും ദുർബലാക്ഷരമുള്ളത്.
ആദ്യത്തെ ഉൾപ്രാക്ഷമുള്ളതാണ് മിസാൽ. നമ്മൾ പഠിച്ചായിരുന്നു എന്റെയൊക്കെ പേര്. പക്ഷെ ഞാൻ ചോദിക്കണതല്ല, എലിതു എന്ന് വരുമ്പോ അവിടെ ദീർഘം ഇല്ലല്ലോ. യാ കഴിഞ്ഞിട്ട് യാലിതു അല്ലല്ലോ, എലിതു മാത്രമേ ഉള്ളൂ. പിന്നെ യൂലതു വരുന്ന എന്താണ്? യൗലദ് നമ്മൾ പറയുമ്പോ കവലയാണെന്ന് പറഞ്ഞു. യൗ ലതു എന്നാണ്. യൗ- യൗ യൗ യൗലദ് ലതു യൗലദ് യുവ് അല്ല, ലതു എന്നാണ്. യുവ് ലതു. ആ അതന്നെ. യൻസുറു എന്താവും? യൻസുറു എന്നുള്ള എന്താവുക? യുൻസറു. യുൻസറു. അപ്പൊ മുതാരിയും രാഷ്ട്രീയം കഴിഞ്ഞിട്ടുള്ള എന്താണ്? സുക്കുനുള്ളതല്ലേ? അപ്പൊ എലിതു എന്താ പറയാ, വളരെ എലിതു യൗലതു എന്നാണ് വരിക. യൗലതു യുൻസറു പോലെ യൗലതു. പിന്നീട് വാവിന് അനുയോജ്യമായി, വാവിന് മുമ്പുള്ള അക്ഷരത്തിന് അടയാളത്തിന് അനുയോജ്യമായ രീതിയിൽ അത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ ദീർഘം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് യൂലതു ആകുന്നത്. ഇത് ഭാഷ ശാസ്ത്രം വേറെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ സർഫ് എന്ന് പറയില്ലേ, ഈ സർഫിനെ കുറിച്ച് ഒരു ശാസ്ത്രമുണ്ട്. ജീവിത ശാസ്ത്രം പഠിക്കുന്ന പോലെ സർഫിന്റെ ഒരു ശാസ്ത്രമുണ്ട്. അപ്പൊ ഇത് സർഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെർബ് കൺജുഗേഷൻ, മോർഫോളജി. ആ മോർഫോളജിക്ക് ഒരു ശാസ്ത്രമുണ്ട് അറബിയിൽ. അതങ്ങനെ പഠിച്ചു പോയാലും, അങ്ങനെ അറബി ഓരോ സെക്ഷൻ എടുത്ത് പഠിച്ചു പോയാലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് ഓരോന്നിനും റിസർച്ച് ചെയ്യാനുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാഷ പഠിക്കുന്ന എന്താണ്? ഭാഷ എപ്പോഴും പ്രയോഗത്തിലൂടെ പഠിക്കുക. അപ്പൊ എന്തില്ല, അങ്ങനെ ചോദ്യമൊന്നുമില്ല. ചില സംഗതിയിൽ കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്ന പോലെ അത് ചോദ്യമില്ല. ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ പുതിയ സാങ്കേതിക വിദ്യയൊക്കെ വന്നു, അവിടെ ഇരുന്ന് ചോദിച്ചാൽ മതി. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കിട്ടും. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? യലിദു, യൂലദു, യജിദു. യൂജതു. അപ്പൊ അതേപോലെ നോക്കണം. യജിദു എന്നുള്ളത് യൂജദു ആണ്. യസിനു യൂസനു. യൂസൻ. യൂസനു തന്നെയാണല്ലേ? യൂസൻ. യൂസൻ. അവിടെയെല്ലാം വസന യസിനു, അവിടെയെല്ലാം വാവല്ലേ? വസന യസിനു, വജന യജിദു, അല്ല വജന യലിദു. വാവ് തിരിച്ചു വരുമ്പോ അതിന് ദീർഘമായിട്ടാണ് വരിക. അതിന് മുമ്പുള്ളത് നമ്മായതുകൊണ്ട്. തഅമ്മൽ അംസലത്തുൽ ആതിയ സുമ്മ ബിൽ ആലഫിൽ ജുമൽ ലത്തി തലീഹ. അല്ലത്തി തലീഹ എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ എലി, വലിയ എലി അടുത്ത് വരുന്നു, അടുത്ത് വരുന്നു. പിന്തുടരുന്നു എന്ന് വരും ഉസ്താദെ. പിന്തുടരാം. അതെന്താണ്? തലയാണ്. അതന്നെയല്ലേ ഇത് തെലീഹ എന്ന് വരുമ്പം. അത് കണ്ടിട്ടാ ഞാൻ പറഞ്ഞത്, എനിക്ക് അറിയില്ലായിരുന്നു. തെലീഹ ഇത് വലിയ എലിയാണ്. വലിയ തല. തെലി എന്നുള്ള ഇതാവോ, കൽപ്പനയാവോ? ആ തല അല്ലേ അത്? തല എത്തിരുവാണ്. അത് വേറെ, തല എത്തിരുവാണ്. ഇതെന്താണ്? ഇത് വലിയ എലി, വലിയ അടുത്ത് വന്നു. വലിയുൻ അടുത്തവൻ, അടുത്തവൻ. അപ്പൊ ഇവിടെ അടുത്ത് വന്നത് വലിയ എലി. അല്ലത്തി തലീഹ, അതിനോട് അടുത്ത് വരുന്നു. പിന്തുടർന്നു വരുന്നല്ലേ? പിന്തുടരുന്ന കാര്യം അല്ല എന്നുള്ള പറഞ്ഞത്. അത് തലായത്തിലുമാണ്, തലായത്തിലുമാണ് പിന്തുടരുന്നത്. തലാവുന്നപ്പോ എത്തില് വന്നല്ലേ വരിക? തലായത്തിലുമാണ്. ഇവിടെ വലിയ എലി അടുത്ത് വന്നു. അതിനോട് അടുത്ത് വരുന്ന, അതിനെ തുടർന്ന് അതിനടുത്ത് വരുന്ന ക്രിയയെ എന്ത് ചെയ്യാം? ജുമലത്തി തലിഹ അല്ലെങ്കിൽ മജ്ഹൂൽ, അതിനെ മജ്ഹൂലാക്കി. അതിനോട് അടുത്ത് വരുന്ന സെന്റൻസിലെ ക്രിയകളെ എന്ത് ചെയ്യാം? മജ്ഹൂലാക്കി. നെക്സ്റ്റ് ടു ദാറ്റ് എന്ന് പറയുന്ന അർത്ഥത്തിലാണ് കേട്ടോ. അല്ലത്തി തലീഹ. ഫഹിമത്തുല്ലാബു ദർസ. ഇത്രയും കാര്യങ്ങൾ പറയുന്നതിന് പകരം, ഫഹിമത്തുല്ലാബു ദർസ എന്ന് പറയുന്നതിന് പകരം അറബിയിൽ 2 വാക്ക് പറഞ്ഞാൽ മതി. പാഠം ഗ്രഹിക്കപ്പെട്ടു. പാഠം ഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് തുല്ലാബിന്റെ കാര്യം പറയണം. കാരണം എന്താണ്? പാഠം പഠിക്കുന്ന സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പൊ പ്രത്യേകം തുല്ലാബിന്റെ കാര്യം എടുത്തു പറയേണ്ട കാര്യം. അവിടെ. അതെ.
ഫതഹൽ ബവ്വാബ് ഫതഹൽ ബവ്വാബുൽ ബാബ. ഫുതിഹൽ ബാബു. ഫുതിഹൽ ബാബു. അപ്പൊ ബവ്വാബ് ആരാണ്? ബവ്വാബ് ഗേറ്റ്മാൻ ഗേറ്റ്മാൻ ഗേറ്റ്മാൻ, ഗേറ്റ് കീപ്പർ. ആ ബവ്വാബ് ബവ്വാബ്. അയ്യോ അങ്ങനെ ഒരു വാക്ക്. ബവ്വാബ്. ബവ്വാബത്തിൻ എന്ന് പറയും ഗേറ്റ്. ബവ്വാബ്. ബാബുണ്ട്, ബവ്വാബുണ്ട്, ബവ്വാബത്ത്. ബവ്വാബത്ത് ബവ്വാബത്തിനുണ്ട്. ഫുതിഹൽ ബാബു. അപ്പൊ എന്താ പറഞ്ഞാൽ മതി? ആര് തുറന്നു പറയേണ്ട കാര്യമില്ല. ഫുതിഹൽ ബാബു. ഡോർ തുറക്കപ്പെട്ടു. സറഖൽ ലിസ്സു സഅതഹു. സറഖൽ ലിസ്സു സഅതഹു. മോഷ്ടിക്കപ്പെട്ടു. അപ്പൊ സുരക്ക ഈ സറഖൽ ലിസ്സു സഅതഹു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കള്ളൻ സറക്ക മോഷ്ടിച്ചു. എന്റെ വാച്ച് മോഷ്ടിച്ചു. അവന്റെ വാച്ച്. അപ്പൊ ആരെ വാച്ച്? അവന്റെ വാച്ച്. ആരെ വാച്ച്? അപ്പൊ സുരക്ക അല്ല, ആരെ വാച്ചാണ് മോഷ്ടിച്ചത്? ആരുടെ ഉണ്ട് വേറൊരാളിന്റെ ആണ് കേട്ടോ. വേറൊരാളുടെ. ഇവിടെ നിങ്ങൾ വായിച്ചാൽ ചിലപ്പം വിചാരിക്കും കള്ളന്റെ വാച്ച്, കള്ളൻ അവന്റെ വാച്ച് മോഷ്ടിച്ചു. ഇല്ല, അങ്ങനെ മനസ്സിലാക്കൂല ആരും. കള്ളന്മാർ അവരെ മോഷ്ടിക്കില്ലല്ലോ. അതങ്ങനെ വരില്ലല്ലോ. നമ്മളെ പെട്ടെന്ന് പരിഭാഷ പറയുമ്പോ ചിലപ്പോ അങ്ങനെ പറയുകയൊക്കെ ചെയ്യും. അങ്ങനെ പറഞ്ഞു പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ഇവിടെ ഇത് അടുത്ത വാക്ക് പറയണമെങ്കിൽ സുരിഖത്ത് സഅതുഹു. മറ്റയാളുടെ വാച്ച് മോഷ്ടിക്കപ്പെട്ടു. അവിടെ സുരിക്കത്ത് അസാത്തായതുകൊണ്ട് സുരിക്കത്ത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ലിസ് പറഞ്ഞപ്പോ, കർത്താവിനെ പറഞ്ഞപ്പോ സറക്ക എന്ന വാക്ക് ഉപയോഗിച്ചത്. അതേസമയം മജ്ഹൂലായപ്പോ പിന്നീട് കർത്താവില്ല. അപ്പൊ കർമ്മത്തിനനുസരിച്ചാണ് ഫെയില് മാറ്റേണ്ടത്. എന്നിട്ട് അതിന് ഫായിലിന്റെ അടയാളം കൊടുക്കണം. സുരഖത്ത് സഅതുഹു. യഫ്തഹു തുജ്ജാറു ദകാകീൻ അൽആൻ. ദകാകീന്റെ ഏകവചനം എന്താണ്? ദുഃഖാനാണ് കേട്ടോ, ദക്കീക്കത്തല്ല. ദക്കീക്കത്തിന്റെ അക്ഷരം മാറ്റിയാൽ പിന്നെ മിനിറ്റ് ആക്കാം. ദക്കീക്കത്തും പാപ്പാണെങ്കിൽ മിനിറ്റ് ആക്കാം. അത് അതേപോലെ ഞങ്ങൾ പറഞ്ഞു പോയതായിരുന്നു. ഇത് ദുഃഖാനും ദക്കാക്കീൻ അൽആൻ. അപ്പൊ യഫ്തഹു തുജ്ജാറു ദക്കാക്കീൻ അൽആൻ. ഇപ്പോൾ കച്ചവടക്കാർ കടകൾ തുറക്കും. അത്രയും പേരുടെ കാര്യമില്ല. തുഫ്തഹു ദക്കാക്കീൻ അൽആൻ എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് ഇതിന്റെ ഇത് മനസ്സിലായി. ഈ മജ്ഹൂലായി ഉപയോഗിക്കാവുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അവിടെ മജ്ഹൂൽ ആണ് ഉപയോഗിച്ചാൽ എളുപ്പം. നോക്കിയിട്ടാണ് ക്രിയ മാറ്റേണ്ടത്. അപ്പൊ ഇവിടെ പിന്നെ ഇവിടെ തുജ്ജാറ് ആണുങ്ങളായതുകൊണ്ട് യഫ്തഹു എന്നാ പറയും. ഇവിടെ ദക്കാക്കീൻ ബഹുവചനായതുകൊണ്ട് തുഫ്തഹു ഉപയോഗിച്ചു. അപ്പൊ സ്ത്രീലിംഗം വരും. അപ്പൊ ഉപയോഗിച്ചു. بعد بناء الفعل للمجهول يحذف الفاعل. മജ്ഹൂലിന് വേണ്ടി ക്രിയ മാറ്റിക്കഴിഞ്ഞാൽ ഫായില് ഒഴിവാക്കപ്പെടും. ബിന എന്താണ്? ബിനയുടെ ക്രിയാധാതുവാണ് ബിന. ഉണ്ടാക്കൽ, നിർമ്മാണം. മജ്ഹൂലിന് വേണ്ടി ഫെയിലിന്റെ നിർമ്മാണത്തിന് ശേഷം പിന്നീട് ഫായിൽ കളയപ്പെടും. പിന്നീട് ഹല്ല യഹുല്ലു ഇറങ്ങും. യഹുല്ലുൽ മഫ്ഊൽ ബിഹി മഹല്ലഹു കർത്താവിന്റെ സ്ഥാനത്തേക്ക് ഇറങ്ങും. ക്ലാസ് സംസാരിക്കുന്നവരൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. ക്ലാസ് സംസാരിക്കാത്തവര് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ?
ഒരു പുതിയ സ്വരം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നേരത്തെ സംസാരിക്കാത്ത സ്റ്റുഡന്റ് എന്ന സ്വരമാണ്. ക്ലാസ്സിൽ ഉള്ള സ്വരം കേൾക്കാറില്ല, പക്ഷെ ക്ലാസ്സിന് പുറത്തുള്ള സ്വരം കേട്ടു. ഓക്കെ, അപ്പൊ എന്താണ് ഹുല്ലുൽ മഫ്ഊൽ ബിഹി മഹല്ലഹു, അതിന്റെ സ്ഥാനത്തേക്ക് ഇറങ്ങും. മർഫൂഅൻ റഫ്ആയ നിലയിൽ, റഫ് ചെയ്യപ്പെട്ട നിലയിൽ. പേര് വിളിക്കപ്പെടും നായിബുൽ ഫായിൽ. ആ അതെ യഹ്സഫു ആണ്. പിന്നെ വയുസമ്മ അല്ലേ എന്താണ് ഹസഫ എന്നുള്ളല്ലേ ക്രിയ, അതല്ലേ യുഹ്സഫു ആ അവസാനം ഹസഫ. ഹസഫ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി. യഹ്സഫു. പിന്നെ അതിന്റെ മജ്ഹൂല് വരുമ്പം യുഹ്സഫു. വയുസമ്മ നായിബ ഫായിലിൻ, പിന്നീട് നായിബൽ ഫായിൽ എന്നാണ് വിളിക്കുന്നത്, വിളിക്കപ്പെടുന്നത്. വയുസമ്മ സമ്മ, സമ്മ യുസമ്മി എന്നാണ് വരുന്നത്. സമ്മ യുസമ്മി എന്നാണ് വരുന്നത്. അതിനെന്താക്കി മജ്ഹൂലാക്കിയപ്പോൾ യുസമ്മ എന്ന്. സമ്മ യുസമ്മി, യുസമ്മ എന്നാക്കി. മർഫൂഅൻ യുസമ്മ എന്ന് പറയുന്നു. ലാഹിർ എന്ന അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, യൂലതുവിന്റെ കാര്യം. ഇനി നമ്പർ 1 എന്ന് കൊടുത്തിരിക്കുന്നില്ലേ, അതാണ്. അപ്പൊ ഇവിടെ എന്താ മജ്ഹൂലാക്കി പറയാൻ ഇവിടെ എല്ലാം ഉദാഹരണമാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ എല്ലാം തഅമ്മൽ അംസിലത്തിൽ ആത്തിയാന്ന് പറഞ്ഞില്ലേ, ഈ അംസിലത്തിനെ കുറിച്ച് ശ്രദ്ധിച്ച് വായിക്കാനാണ് പറഞ്ഞത്. ഉദാഹരണം ശ്രദ്ധിച്ച് വായിക്കാൻ. അപ്പോ ഹംസ ബാ ജീമ് ദാൽ എല്ലാം എന്താണ്, ഉദാഹരണങ്ങളാണ്. ഇതിലൂടെ നോട്ടും പറഞ്ഞു, അല്ല മർഫ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയാണ് പറയുന്നത് എന്ത് ചോദ്യം വരുന്നത്. യശ്റഹുൽ മുദർരിസു ദർസ മർറതൈനി. എന്താണ് അവിടെ രണ്ട് പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തു ക്ലാസ്. യശ്റഹുൽ മുദർരിസു ദർസ മർറതൈനി. അപ്പൊ ദർസ എന്നല്ല, ദർസ അല്ല, ദർസു മർറതൈനി. അപ്പൊ മുദരിസ് വേണ്ട, പിന്നെ മുദരിസ് വേണ്ട. അതിനാണ് ഇവിടെ ഈ നോട്ട്സ് പറഞ്ഞത് കേട്ടോ. നമ്മള് മഅറൂഫായ ഒരു സെന്റൻസിനെ മജ്ഹൂലാക്കുമ്പോൾ പിന്നീട് അതിൽ ഫാഇല് കളയപ്പെടും എന്ന് പറയാൻ വേണ്ടിയാണ് ഇവിടെ ഈ നോട്ട്സ് ഇവിടെ പറഞ്ഞത്. മാ സ്വലബൽ യഹൂദുൽ മസീഹ, മാ സുലിബൽ മസീഹു. മാ സുലിബൽ മസീഹു, ഈസാ മസീഹ്. സ്വലബ എന്ന് പറഞ്ഞാൽ എന്താണ്? കുരിശിലേറ്റി, കുരിശ് തറച്ചു. സ്വലബ എന്ന് പറഞ്ഞാൽ കുരിശിലേറ്റി. അൽമാഇദയിലല്ലേ നമ്മൾ പഠിച്ചത്? സ്വലബൂഹു, അതാണ് പഠിച്ചത്. സ്വല്ലബിയും പറയൂലോ, സ്വല്ലബാന്നും രണ്ടും പറയൂലോ അല്ലെ, പഠിച്ചു ഉസ്താദേ. അത് കുറച്ച് ഇതുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഇന്റൻസിറ്റി കൂടും അങ്ങനെ പറയുമ്പോ അത് പറഞ്ഞു. നമ്മൾ പഠിച്ചില്ലേ, ഉറപ്പായും അദ്ദേഹത്തെ അവര് മതി ഇങ്ങനെ കുരിശിലേറ്റുക തന്നെ ചെയ്യും. അതെ ചെയ്തിട്ടില്ല. യഖ്റഉ ദർസു ബിസൗത്തിൻ ആലിൻ. യുഖ്റഉ ദർസു ബിസൗത്തിൻ ആലിൻ, പാഠം ഉയർന്ന സ്വരത്തിൽ വായിക്കപ്പെടും. എന്ന് പറഞ്ഞപ്പോ എന്തായി? അകറ്റപ്പെടുന്നായി, വഴിയിലാക്കപ്പെടും.
തുഅബദു എന്ന് പറയുന്നതിന് പകരം തുബഅദു തെറ്റി, അത് എന്ന് ശരിയാണ്. ആക്കിയപ്പോഴത്തേക്ക് എന്തായി? അത് അകലെ ആക്കപ്പെടും. ബഈദ് എന്നുള്ളത് വരും. ആ അത് ശരിയാണ്. അപ്പൊ തുഅബദുൽ ഔസാൻ, തുഅബദുൽ വിഗ്രഹങ്ങൾ, ഔസാന ഔസാന അല്ല ഫി ഔസാനി, കസീരിൻ മിനൽ ഔസാനു ഫി കസീരിൻ മിൻ ബിലാദി. മിനൽ ആ, ബിലാദി, ബിലാദി. ഒരുപാട് നാടുകളിൽ വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടുന്നു. ബദുന്നാസുൽ ഔസാന വിഗ്രഹങ്ങളാണ് അല്ലെ. ഉം. അതിന് വേറെ വിഗ്രഹങ്ങൾക്ക് നമ്മൾ വേറൊരു വാക്ക് ഇപ്പൊ പഠിച്ചല്ലോ. സനം സനം സ്വനം, സനം സനം എന്താണ്? അസ്നാമുൻ. അസ്നാമൻ. അസ്നാം. സനം സനമുൻ അസ്നം. രണ്ടും ഖുറാനിൽ വന്നിട്ടില്ലേ? അസ്നാമുൻ. ഉണ്ട്. ഇത് ഔസാനം അല്ലേ. ഔസാൻ. ആലിഹ സൂറത്തുൽ അനാം ഔസാൻ വന്നിട്ടുണ്ട്. മധ്യത്തായിട്ടാ. മറ്റത് ഇന്നീ അസ്നാം. അറാക വഖൗമക ഫീ ളലാലിൻ മുബീൻ. അത് കഴിഞ്ഞിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പാപ്പാനോട് പറയുമ്പോ അല്ലെ. അതും വന്നിരിക്കുന്നത്. ഇദ് അസ്നാമും ഖാല വന്നിരിക്കുന്നത്. ഇബ്രാഹിമു ലി അബീഹി അസ്റ അതത്തഖിദു അസ്നാമൻ ആലിഹ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അവസാനം പറഞ്ഞ ആയത്ത് പറഞ്ഞ് ഇന്നീ അറാക വഖൗമക ഫീ ളലാലിൻ മുബീൻ. അത് സെയിം തന്നെ, അതിന്റെ കണ്ടിന്യൂഷനാ. ആ പിന്നെ ഇതുണ്ട് നഅബുദൽ അസ്നാം എന്നും പറഞ്ഞ് സൂറത്ത് ഇബ്രാഹിമിലുമുണ്ട്. ഇബ്രാഹിമിനുണ്ട്. ചില്ലറക്കാരൊന്നും അല്ല നമ്മളെ മുന്നിൽ ഇരിക്കുന്നത്. ഞാനൊരിക്കൽ اوكي الخامس منع المدير الطلاب المتاخرين من الدخول. الطلاب المتاخرين، طلاب المتاخرين على മുദീറു ഇത് കഴിഞ്ഞാൽ പിന്നെ മുദീർ വേണം. അല്ലല്ല മുനിയാത്തുല്ലാബു അൽ മുതാഖിരീന മിന ദുഖൂലി. അപ്പോ അത്തുല്ലാബുൽ മുതാഖിരീന മിൻ അപ്പൊ എന്തിനാണ് മുതാഖിരീന എന്ന് പറഞ്ഞ എന്തിനാണ്? തുല്ലാബുൽ മുതാഖിറൂന. അവിടെ തുല്ലാബു എന്നപ്പോൾ മുതാഖിറൂന എന്ന് പറയും. അങ്ങനെ വേണം. തുല്ലാബ എന്ന് പറഞ്ഞാൽ മുതാഖിരീന എന്ന് പറയും. മൻസൂബാണ്. തുല്ലാബിന്റെ വിശേഷണമാണല്ലോ മുതാഖിരീൻ. തുല്ലാബ് മൻസൂബ് ആയതുകൊണ്ട് മുതാഖിരീൻ. തുല്ലാബ് മർഫൂ ആകുമ്പോൾ മുതാഖിറൂന വരണം. السادس لم يخلق الله مثلهم. لم يخلق مثلهم. ആയത്ത് ഏതാണ്? لم يخلق مثلها في البلاد. അതെ, സൂറത്തുൽ ഫജ്റിൽ. എന്താണ് ആയത്ത് രുക്മാൻ സാഹിബ്? അതറിയില്ല. والفجر وليالي عشر والشفع والوتر والليل إذا يسر هل في ذلك قسم للحجة ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد. إرم ذات العماد التي لم يخلق مثلها في البلاد. لم يخلق مثلهم. السابع تبني الحكومة مسجدا جميلا في حينا. يبنى جميل في مسجد جميل. يبنى مسجد جميل في حينا. ഹുക്കുമത്ത് വന്നുകൊണ്ടാണ് തബിനി എന്ന് വന്നത്. പിന്നീട് അത് പോയി കഴിഞ്ഞാൽ പിന്നെ മുദക്കറാവും. അപ്പോൾ തബിനി എന്നുള്ളത് യുബിന എന്നാക്കുക. യുബിന മസ്ജിദുൻ ജമീലുൻ. നല്ലോണം ശ്രദ്ധിക്കണം. തെറ്റുവരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞു പഠിക്കരുത്.
ശരിയായിക്കോളും. അതെ. പറഞ്ഞു ശരിയാവണം. വായിച്ചിട്ട്. സബ്ബർ റജുലു, അല്ലെങ്കിൽ നമ്മൾ കല്ലുകടി ഉണ്ടാവും. നമ്മൾ വായിച്ചു പഠിച്ചാല് ഫ്ലുവന്റ് ആയിട്ട് ഇങ്ങനെ ഒഴുകി വരുമ്പോഴത്തേക്ക് അത് ശരിയായി, അല്ലെങ്കിൽ കല്ലുകടി ഉണ്ടാവും. സബ്ബർ റജുലുൽ ഖഹ്വത. സബ്ബർ റജുലുൽ ഖഹ്വത ഫിൽ ഫനാജീൻ. സുബത്തിൽ ഖഹ്വത്തു സുബത്തിൽ ഖഹ്വത്തു ഫിൽ ഫനാജീൻ. ഫിൽ ഫനാജീൻ. ഫനാജീൻ എന്താണ്? ഫിൻജീനും കപ്പാണോ? ഫിൻജീൻ അല്ല. ഫനാജീൻ കപ്പുകള് അല്ലേ? അതിന്റെ ഏകവചനം എന്താണ്? ഫിൻജീനുൻ. ജീനല്ല, ജാനും. അതെയാ? ഫിൻജാനും. പിഞ്ഞാൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു നിങ്ങളുടെ നാട്ടില്? പിഞ്ഞാണം. അതാണ്. വെള്ള സാധനത്തിന് മാത്രം പിഞ്ഞാണം പറയോ? അതാണിത്. ഫിൻജാൻ. അത് നമ്മള് അണ്ടർസ്റ്റാൻഡ് പറയാൻ പഠിപ്പിക്കുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, അടുക്കള മുതൽ കളിക്കളം വരെയും അറബി ഭാഷയുണ്ട്. അടുക്കള മുതൽ കളിക്കളത്തിലൂടെ കോടതി വരെയും അറബി ഭാഷയുണ്ട് കേരളത്തില്. വക്കീല് വക്കാലത്തെല്ലാം അറബിയല്ലേ? അതെ. മുൻസിഫ് കോർട്ട് വരില്ല. മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി. വക്കീല് വക്കാലത്ത് മുൻസിഫ്. പിന്നെ ഉണ്ടല്ലോ, എന്താണ് വക്കീലിന്റെ ഇവർക്ക് എന്താ പറയാ? ക്ലർക്കിന് എന്താ പറയാ? പറയോ അങ്ങനെ എന്തെങ്കിലും? വക്കീൽ ആമീനുണ്ട്. ആമീൻ. ഗുമസ്തൻ അതില്ല. ആമീനുണ്ട്. കോടതി പറഞ്ഞേക്കുന്ന ആളല്ലേ ആമീൻ. കോൽക്കാരൻ. ആമീൻ എന്താണ്? ആമീൻ എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമെന്നല്ലേ? അതെ. ഉത്തരവ് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവുമായി പോകുന്ന ആളാണ് ആമീൻ. കോടതി പറയുന്ന വിധി നടപ്പാക്കുന്ന ആളാണ് ആമീൻ. നമ്മള് പടച്ചവനോട് തേടണം, അത് കോടതിയിൽ കൊണ്ടുകൊടുക്കണം. لا يجد الناس السمك في السوق هذه الأيام. لا وجد السمك. لا يوجد السمك. لا يوجد السمك. يوجد السمك في السوق. لا يوجد السمك في السوق هذه الأيام. അയ്യാമ വരെയാണല്ലോ, അയ്യാമി വരില്ല. هذه الأيام ദിവസത്തെ സൂചിപ്പിക്കുന്ന കാരണം അല്ലെ? സമാനും മക്കാനും ഒക്കെ എന്താണ് ഹാദിഹിൽ അയ്യാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ദിവസം, ഈയിടെയായി. അങ്ങനെയാണ്. ഈയിടെയായി മലയാളത്തിൽ അങ്ങനെ പറയും. നമ്മൾ ഇട എന്ന് പറയുന്ന സംഭവം മലയാളത്തിൽ വാക്ക് നമ്മൾ ചിന്തിക്കൂല. ഈ ഇട എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഈ ഇട എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബിറ്റ്വീൻ ആണോ? അല്ല. റീസെന്റ് എന്ന് പറഞ്ഞാൽ റീസെന്റ്ലി എന്ന അർത്ഥത്തിലാണ് അമ്മൽ മായലി. ഇങ്ങനെയുണ്ട്. ഇതിപ്പം ഹെവിയാണോ? എന്താണ് ഹെവിയാണോ? കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തേക്ക് ഓടിപ്പോയെന്ന് പറഞ്ഞു. അവിടെ ചോദിച്ചത്. അല്ലല്ല, ഇത് ശ്രദ്ധിച്ച് വായിക്കേണ്ടതാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ വലിയ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ നന്നായി ഹോംവർക്ക് ചെയ്യണേ, ശ്രദ്ധിച്ച് വായിക്കണം. ആ സഅലക്കൽ മുദീറു അനിൽ ഖിയാബി. ഇവിടെ എന്ത് ചെയ്യാണ്? ആ സഅലക അൽ മുദീറു. അപ്പൊ സഅലക എന്ന് പറയുമ്പോഴത്തേക്ക് നിന്നോട് ചോദിച്ചോന്നാണ്. അപ്പൊ മഫ്ഊലും ബിഹി അവിടെ കിടക്കുകയാണ്. അപ്പൊ മുദീറിനെ ഉപയോഗിച്ചില്ലെങ്കിൽ മഫ്ഊലും ബിഹി ആണ് എന്താണ് എടുക്കേണ്ടത്? നായിബ് ഫായിലാക്കേണ്ടത്. അപ്പൊ അവിടെ ഈ പറഞ്ഞതുപോലെ അടയാളങ്ങളാണ് ഉണ്ടാകുക, അക്ഷരങ്ങളാണ് ഉണ്ടാവുക. ആ സഅലക എന്നുള്ളത് എന്തായി? നിന്നോട് പറഞ്ഞോ. അപ്പോ സഅലക നിന്നോട് ചോദിച്ചു. നീ ചോദിക്കപ്പെട്ടുവോ? നീ ഗയ്യാബ് എന്താണ്? Absent.
ആബ്സെന്റ്. ആബ്സെൻസ്. ആബ്സെൻസ്. ഗിയാബ്, ആ ഗാബ യഗീബ്, ഗിയാബ്. ഗിയാബ്, ആബ്സെൻസ്, ഗിയാബ്. അപ്പൊ അപ്പൊ യഗ്താബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സുയിൽക്കാന്ന് പറ്റുമോ ഉസ്താദ്? ആ സുൽത്താനാണ് മാത്രം പറഞ്ഞാൽ സ്ഥല മതിയെന്നോ? അല്ല ആ സുയിൽക്കാൻ സുയിൽക്ക അല്ല, സുയിൽത്തല്ലേ വരിക? ആ സുൽക്ക എന്ന് പറയാൻ പറ്റൂല. ക എന്താണ്? ആ സഅലക, അത് നിന്നോട് ചോദിച്ചു പിന്നെ എന്നാണ്. എന്താ പറയാ, എന്താ പറയാ, നീ ചോദിക്കപ്പെട്ടു. സെക്കൻഡ് ആ പേഴ്സൺ ആവും. ശരി. അപ്പൊ സെക്കൻഡ് അതെ, പേഴ്സൺ ആവും അല്ലേ? സഅലക അങ്ങനെയല്ല ആവുക? എങ്ങനെ പറയേണ്ടത്? അതെ, നിന്നോട് ചോദിച്ചു പറയുമ്പോ സെക്കൻഡ് പേഴ്സൺ ആയി. അതായത് സഅലക അതെ ഉസ്താദ്. കിതാബുക്ക, അല്ലെ? കിതാബുക്ക, നിന്റെ പുസ്തകം. അൻത എന്ന് പറയുമ്പോ എന്താണ്? നീ. നീ. ഫതഹത്ത, നീ തുറന്നു. ഉം. ഫതഹത്ത, നീ തുറന്നു. അതായത് നിന്നോട് നീ അല്ല, വ്യത്യാസം. എങ്ങനെ ചിന്തിക്കുക. അതായത് നമ്മള് കർമ്മമാക്കുമ്പോൾ കർമ്മം എന്താണ് ചേർക്കുമ്പോൾ എന്താണ്? സഅലഹു, നിന്നെ വരും, നിന്നെ വരും, നിന്നോട് അതെ, വരും. ഖലഖഹു, ഖലഖഹും, ഖലഖക, ഖലഖക്കും, ഖലഖനി, ഖലഖന എന്നാണ് വരിക. അതേസമയം ഫതഹ വരുമ്പോൾ എന്താണ്? അത് ഫാഇലായിട്ടാണല്ലേ വരുന്നത്. ഫതഹയുടെ അകത്തുള്ള സർവനാമമല്ലേ ഫാഇലായിട്ട് വരുന്നത്. ഫതഹ, അവൻ തുറന്നു. ഫതഹു, അവർ തുറന്നു. ഫതഹത്ത, നീ തുറന്നു. അപ്പൊ കർത്താവ് അതിനകത്തുള്ള തായാണ്, അൻതയാണ്. അതിന് പകരമാണ് താ കാണിക്കുന്നത്. അതേസമയം കായാണെങ്കിലോ, കാ എന്നാൽ പുറത്തുനിന്നുള്ളത് വിളക്കി ചേർക്കുന്നതാണ്. അവൻ മഫ്ഊൽ ബിഹിയാണ്, വെളിയിലുള്ളത് അകത്തോട്ട് വരുമ്പോൾ. അപ്പൊ കർത്താവാകുമ്പോ എന്താകും? അതിനകത്ത് തന്നെയുള്ള സർവനാമമായിരിക്കും കർത്താവായിട്ട് വരിക. മജൂലാകുമ്പോ. ആ, അജുഹുലാകുമ്പോ അതിനകത്ത് തന്നെയുള്ള സർവനാമമായിരിക്കും കർത്താവായിട്ട് വരിക. അപ്പൊ ഇത് നല്ലൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കേട്ടോ. അപ്പൊ നിന്നോട് എന്നുള്ള ഉസ്താദെ നീന്നാവും, അത്ര തന്നെ. അതെ, അഷ്റഫ് സാഹിബ് ചോദിച്ചപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ചുള്ള തീവ്രമായിട്ട് ചിന്തിച്ചത്. അഷ്റഫ് സാഹിബ് എന്താ ചോദിച്ചത്? സുഇൽക്ക എന്ന് പറയാൻ പറ്റുമോ? ആ, അപ്പോഴാണ് സീരിയസ് ആയിരിക്കും. നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കല്ലുകടിയാണ് ചിന്തിക്കുന്നത്. സുഖിക്കാന്ന് പറയില്ല. അങ്ങനെ എന്താണ് അവിടെ ഒരു സ്ഖലിതം വരുന്നുണ്ട്, ശരിയാവില്ല, ട്യൂൺ ശരിയാവില്ല. പക്ഷെ റീസൺ എന്താണ്? നീ ചോദിക്കപ്പെടുക എന്ന് പറഞ്ഞാല് നീ ചോദിക്കപ്പെടാന്ന് സുഖിക്കാനേ പറയാൻ പറ്റുള്ളൂ. നിന്നോട് ചോദിക്കപ്പെടും എന്ന് ഭാഷയെ പറയുമെങ്കിലും ശരിക്കത് ശരിയായ പ്രയോഗമല്ല. അപ്പൊ മാറൂഫ് തന്നെ ആവും. അപ്പൊ എന്നാണ് പറയേണ്ടത്. നീ ചോദിക്കപ്പെടും, നീ ചോദിക്കപ്പെട്ടു എന്നാണ് വരിക. നമ്മൾ വബിദാലിക ഉമിർത്ത് എന്നൊക്കെ പറയുമ്പോൾ മദ്രസയെ പഠിപ്പിക്കുന്നത് എന്താ? എന്നോട് ചോദിക്കപ്പെടും എന്നാണ്. അങ്ങനെയല്ല, എന്നോട് കൽപ്പിക്കപ്പെട്ടു എന്നാണ്. ഞാൻ ബിദാലിക ഉമിർത്തു, ഞാൻ പ്രകാരം കൽപ്പിക്കപ്പെട്ടു. അപ്പൊ ആ സുഹിൽത്ത, നീ ചോദിക്കപ്പെട്ടുവോ? അനിവ കയ്യാബി. ശരിയായോ? എല്ലാ സംശയങ്ങളും പോയോ? ഇതാ ക്യാനൽ മഫ്ഊൽ ബിഹി വമീറൻ, അതിനെ കുറിച്ചാണ് നിങ്ങൾ സംശയമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതാ ക്യാനൽ മഫ്ഊൽ ബിഹി വമീറൻ, മഫ്ഊൽ ബിഹി സർവനാമമായാൽ ഉതിയ ബി വമീരി റഫ്ഇ. ഇതാ ക്യാനൽ മഫ്ഊൽ ബിഹി വമീറൻ, വമീർ ആകുമ്പോൾ എന്ത് ചെയ്യും? ഉതിയ ബി വമീരി റഫ്ഇ ലിയഹുല്ല മഹല്ലഹു, അതിന്റെ സ്ഥാനത്തേക്ക് ഇറക്കാൻ വേണ്ടി എന്ത് ചെയ്യും? അവിടെ റഫ്ഇന്റെ വമീറിനെ കൊണ്ടുവരും എന്നാണ് സാങ്കേതിക വാക്ക്. റഫ്ഇന്റെ വമീറിനെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കാണാപ്പാഠം പഠിച്ച ആ വാക്ക് എടുത്തു വയ്ക്കുക. എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ്? അതിനകത്തുള്ള സർവനാമമാണ്. അകത്തുള്ള സർവനാമം വരുമ്പോൾ അത് അങ്ങനെ പറയും. മഫ്ഊലും ബിഹി ആകുമ്പോൾ പുറത്തുള്ള സർവനാമം ചേർക്കുകയാണ്. അപ്പൊ അങ്ങനെ പറയുള്ളൂ. കമാ യത്തലഹു മിനൽ ജദ്വലൈനി താലിയൈൻ. അയ്യോ, അതൊക്കെ എന്താണ്? അതാണ് റഫ്ഇന്റെ ലമീർ എന്ന് പറയുമ്പോൾ. നമ്മൾ റഫ്ഇന്റെ ലമീർ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ല. നമ്മൾ ഫതഹ എന്ന് പറഞ്ഞപ്പോ അതിനകത്തൊരു സർവനാമം ഉണ്ട്, അതാണ് റഫ്ഇന്റെ ലമീർ. അവിടെ ഫായിലായിട്ടല്ലേ വരിക. ഫതഹ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള സർവനാമം എന്താണ്? കർത്താവല്ലേ. അതാണ് പറഞ്ഞത്. അതാണ് റഫ്ഇന്റെ ലമീർ എന്ന് പറയുന്നത്.
ആ അതാണ് നമ്മൾ ഗ്രാമറായിട്ട് പഠിച്ചാലുള്ള കുഴപ്പം. ഗ്രാമർ മനസ്സിലാക്കാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഗ്രാമറായിട്ട് പഠിക്കുമ്പോൾ പിന്നെ ഗ്രാമറിൻ്റെതായ ഒരു കളിയായിരിക്കും. അതിങ്ങനെ അറിയാതെ ഇത് പോവാ. സംഗതി മനസ്സിലായോ? ഇപ്പൊ ഫതഹ എന്ന് പറയുമ്പോൾ നമ്മളെന്താ പറഞ്ഞത്? നമ്മള് ഹുവാഹും എന്താ എന്തൊക്കെ പഠിച്ചു വന്നിട്ട് അവസാനം ഫതഹ പഠിച്ചപ്പോൾ പറഞ്ഞു ഫതഹയുടെ അകത്ത് സർവനാമം ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താണ്? ഫതഹയുടെ അകത്തുള്ള സർവനാമം കർത്താവാണ്, അല്ലേ? പിന്നെ നമ്മൾ കർത്താവിന്റെ ഫേനെയും ഫാലിനെയൊക്കെ മഫ്ഊലിനെയൊക്കെ കണ്ടെത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു അതിനകത്തുള്ള സർവനാമമാണ് കർത്താവ് എന്ന് പറഞ്ഞു. അപ്പം കർത്താവ് അകത്തുള്ള സർവനാമമാണ്. അകത്തുള്ള സർവനാമം കർത്താവായി വരുമ്പോൾ അത് റഫിന്റെ ലമീറാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് റഫ് ചെയ്യപ്പെടുന്നതല്ലേ? കർത്താവിന്റെ അടയാളം റഫാണ്. അപ്പം റഫ് ചെയ്യപ്പെടുന്ന ലമീർ എന്ന് അങ്ങനെ പറയാം. അപ്പൊ എന്തായി? എന്നിട്ട് നമ്മൾ സെക്കൻഡ് പാർട്ടിന്റെ അവസാനം എവിടെ പഠിച്ചിട്ടുണ്ട്? സർവനാമം ലമീർ, പിന്നെ റഫിന്റെ സർവനാമവും നസ്ബിന്റെ സർവനാമവും വേറെ പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെ നമ്മള് പറഞ്ഞിട്ടില്ല ഉസ്താദേ. ഉണ്ട്. ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതിൽ വരും. അല്ലെങ്കിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സെക്കൻഡ് പാർട്ടിലുണ്ട്. ഹുവ അവൻ, ഇങ്ങനെ അവർ, പറഞ്ഞിട്ടില്ല. പറയട്ടെ. ഹുവ അവൻ, ഹും അവർ, അൻത നീ, അൻതും നിങ്ങൾ, അന ഞാൻ, നഹ്നു ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് പിന്നീട് എന്താ പറഞ്ഞു? ക, കും, പിന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ വേർഡ് അറിയില്ല ഞങ്ങൾക്ക്. ഈ വാക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. ലമീർ, നസ്ബിന്റെ ലമീർ എന്നും അതെ. റഫിന്റെ ലമീർ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇല്ല സർ. അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഉസ്താദേ. ഉണ്ട്. അതൊക്കെ ഒന്നുകിൽ ഈ ബുക്കിലുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ബുക്കിലുണ്ട്. ഈ രണ്ടിലേറെങ്കിലും മദീനാറിലുണ്ട്. ഈ ബുക്കിലാണുള്ളത്. ഈ ബുക്കിലാണ് വരുന്നതെങ്കിൽ കാരണം ഈ ലമീറിന്, അതായത് മദീന അറബിക്കിന്റെ അതിന്റെ ശൈലി അനുസരിച്ച് നേരത്തെ പഠിപ്പിക്കാത്ത ഒരു വിഷയം പറയൂലെന്നാണ്. ഇനി ഒന്നാമത്തെ പാഠത്തിലാണോ വന്നതെന്ന് എനിക്കറിയില്ല. ഒന്നാമത്തെ പാഠം വളരെ ഈസി ആയിട്ടല്ലേ പഠിപ്പിച്ചെന്നുള്ളത്. അതാണത്. ഞങ്ങൾക്ക് ടെക്നിക്കൽ വേർഡ്സ് ഒന്നും പറയാണ്ട് ഞങ്ങൾക്ക് ഈസി ആയിട്ട് പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലേ? അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനില്ല. ഇതിന് വരുമ്പോ മദീന അറബിക്കിൽ വരുമ്പോ എല്ലാം അതിലുള്ളത് പോലെ പഠിപ്പിക്കും, പുസ്തകത്തിലുള്ളത് പോലെ പഠിപ്പിക്കും. റഫിന്റെ ലമീർ പറഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ ഒന്നുകൂടെ മനസ്സിലാക്കിക്കൊള്ളുക. ഹുവ, ഹും, അൻത, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം എന്താണ്? ഇതെല്ലാം റഫിന്റെ ലമീറാണ്. ഹുവ, ഹും, അൻത, അൻതും, ഇതെല്ലാം എന്താണ്? അപ്പൊ അതേപോലെ സഅലഹു എന്ന് പറഞ്ഞപ്പോ അവിടെ ഹു ഉണ്ട്. സഅലഹും അവിടെയും ഹും ഉണ്ട്. ക വരുമ്പോഴത്തേക്ക് എന്താണ്? സഅലക, സഅലക്കും അവിടെ എന്താണ്? അൻത, അൻതും എന്നല്ല വരിക, അവിടെ ക, കും എന്നാണ് വരിക. അതേപോലെ സഅലനി എന്ന് പറയുമ്പോഴും അവിടെ എന്താണ്? യ എന്താണ്? സഅൽതു പറയുന്നേക്ക്. സഅൽതു എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? സഅൽതു എന്നുള്ള അവിടെ ലമീർ റഫാണ്. അതേസമയം നസ്ബ് വരുമ്പോഴത്തേക്ക് എന്താണ്? യാ അൽ മുത്തകല്ലിമാണ്. സഅല നീ, യാ അൽ മുത്തകല്ലിമാണ്. ഫതഹ്ന എന്ന് പറഞ്ഞെടുത്ത് അതേപോലെ തന്നെയാണ്. ഫതഹ്ന തന്നെ. പിന്നെ സഅലന, പിന്നെ സഅലഹ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. കിതാബുഹ, സഅലത്ത് എന്നാണ് വരിക. സഅലഹ എന്ന് പറയുമ്പോൾ സഅലത്ത് എന്നാണ്. സഅലത്ത് അവിടെ തായാണ് റഫീന്റെ ലമീർ. പിന്നീട് സഅലഹ വരുമ്പോഴത്തേക്ക് എന്താണ്? നസ്ബിന്റെ ലമീർ വരുമ്പോൾ ഹായാണ് വരുന്നത്. സഫീർ എന്താ പറഞ്ഞത്? ഒന്നാമത്തെ പാഠത്തിലുണ്ടെന്നോ? ഫസ്റ്റ് ലെസണിൽ നമ്മൾ അത് പഠിച്ചില്ല. അതാണ് അതിലുണ്ട്. എന്തായാലും അതിലേക്ക് വരാം നമുക്ക്. ഫസ്റ്റ് ലെസണിൽ കുറെ സാങ്കേതിക കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഓക്കെ, തഅമ്മൽ മാ യലിയാണ് പറഞ്ഞത്. ഉറക്കായോ? ചോദിച്ചേ ഉള്ളൂ. ഇല്ല ഉറക്കത്തിന് ലക്ഷണം എനിക്ക് കേൾക്കാം. ഇല്ല, കുഴപ്പമില്ല. ഇത് നമ്മളിങ്ങനെ വളരെ സ്ലോവിൽ പോയി കഴിഞ്ഞാൽ ഈ പാഠം ഒരുപാട് നീണ്ടുപോകും. അല്പം സ്ലോയിലായി കഴിഞ്ഞാൽ നീണ്ടുപോകും ഒരുപാട്.
മനസ്സിലാവും ചെയ്യും. ലാഗ് ചെയ്താൽ നമുക്ക് എന്താവും, ഒരുപാട് മനസ്സിലാക്കാൻ നമുക്ക് തോന്നും. പക്ഷേ ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ലേണിംഗ് എപ്പോഴും എന്തായാലും സ്പീഡിലാണ് നടക്കേണ്ടത്. സ്പീഡിലാണ് സ്പീഡിലാണ് ലേണിംഗ് നടക്കേണ്ടത്. അല്ലെങ്കിൽ ക്ലസ്റ്ററിൽ ബ്രേക്ക് ഉണ്ടാവും. ക്ലസ്റ്ററിൽ രണ്ട് ഐഡിയ അല്ല, ഒരു ഐഡിയയുടെ ഇടയ്ക്ക് ബ്രേക്ക് ഉണ്ടാവും. ബ്രേക്ക് ഉണ്ടായ ആ ഐഡിയ അവിടെ ഈ ഐഡിയ ബ്രേക്ക് ഉണ്ട്, അതൊന്നും മാച്ചിങ് ഇല്ല. ഇതത്തെ ഒന്ന് രണ്ട് പാഠങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ ശരി. ഏതാണ് ആദ്യം ചെറുതായിട്ട് സ്ലോയില് പോയാലേ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ സ്പീഡായി. ചിലപ്പോ ഇതൊക്കെ അങ്ങനെ തന്നെ ആവും, പറയാൻ പറ്റില്ല. തേർഡാണ് ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. ഇത് അവസാനം വരെ അങ്ങനെ തന്നെയാണ്. അടുത്ത് ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുമ്പോ ടഫ് തന്നെ ആവും നമുക്ക്. സെക്കൻഡ് പാർട്ട് വരുമ്പോ കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്, ടഫൊന്നുമില്ല. അപ്പോ ജദുവൽ പേരിൽ മാവിയുടെ ജദുവൽ എന്താണ്? പട്ടിക, ടേബിൾ. ജദുവല് ജദുവലില്ലേ, ജദുവല് നമ്മൾ മുമ്പത്തെ ലൈനൊന്ന് വായിച്ചു തരുന്നത് എന്താണ്? എത്തളിയു മിനൽ ഇതാ കാന അൽ മഫ്ഊലു ബിഹി ആണ്. കമാ യത്തളിഹു വാളിഹ് എന്ന് നമ്മൾ ചോദിച്ചില്ലേ? വാളിഹ് വ്യക്തമായത്. ഇത്തലഹ എന്ന് പറഞ്ഞാൽ വ്യക്തമായി. ഇത്തലഹ വ്യക്തമായി. വല്ലഹ വ്യക്തമാക്കി. വല്ലഹ വ്യക്തമാക്കി. വാളിഹം വ്യക്തമായത്. വ്യക്തമായി. ഇത്തലഹ വ്യക്തമായി. ഇത്തലഹ യത്തലിഹു വ്യക്തമായി. വാളിഹ് ആയി. കമാ യത്തലിഹു മിനൽ ജദുവലൈനി. ജദുവൽ എന്ന് പറയുന്നത് നമ്മൾ വലിയ മീനൊക്കെ ഇല്ലേ, വലിയ മീനിന്റെ പുറത്തിങ്ങനെ ചിരണ്ടിയാൽ നമ്മൾ ടേബിൾ കാണാൻ പറ്റും. ചതമ്പലോ? അത് തന്നെ. ഇപ്പൊ മനസ്സിലായില്ലേ ഈ അറബി എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത്? ജദുവല്. അപ്പൊ അങ്ങനെ വന്നിട്ടില്ലാണ്. പിന്നെന്താ, ഞാൻ എടുത്ത് വെച്ച് നോക്ക്, ടേബിളല്ലേ കാണുക? ജദുവല് പട്ടിക. പിന്നത്തെ വാക്കെന്താ? അപ്പൊ ജദുവലൈനി 2 ടേബിൾസ്. താലിയൈനി, താലി വലിയ എലി എന്ന് പറഞ്ഞില്ലേ? തുടർന്ന് വരുന്ന താലി എന്നാണ്. വലിയ എലി. വലിയ എലിയല്ല, തലായത്തിലുമാണ്. തലായത്തിലും താലിൻ തുടർന്ന് വരുന്നത്. താലിൻ, താലിയൈനി. താലിയൈൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് തലായത്തിൽ നമുക്ക് പഠിക്കും താലിൻ തുടർന്ന് വരുന്നത്. അതിന്റെ ദ്വിവചനം പറഞ്ഞതേ ഉള്ളൂ. അത് ശരി, അങ്ങനെ. എന്റെ ദ്വിവചനം ജദുവലും നേരത്തെ വന്നിട്ടുണ്ട്. അത് ഏകവചനം പറഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ജദുവലൈൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ഐ വന്നപ്പോഴത്തേക്ക് ഒരു പ്രശ്നമായി. ജദുവലൈനി ദ്വിവചനം വന്നപ്പോ താലിയൈനി ദ്വിവചനം. പിന്നെ എന്താണ് അതിന്റെ പ്ലൂരലായിട്ട് വരുമ്പോ, ജമ്മായിട്ട് വരുമ്പോ? താലിയൂന വരിക. താലിയാത്ത് ഉണ്ടല്ലോ ഖുറാനില്ലേ? ഇതാണ് താലിയാത്ത്. താലിൻ എന്നതിനെ സ്ത്രീലിംഗം എന്താകും? താലിയത്തുൻ, താലിയാത്തുൻ. താലിൻ അതിന്റെ പുല്ലിംഗാണെങ്കിൽ പുല്ലിംഗ പോലും നോക്കണം എന്താണെന്ന്. താലിയോനം നോക്കാം, വേറെ എന്തെങ്കിലും ചിലപ്പം വിക്കറ്റ് ബഹുജനം ഉണ്ടാവും. അപ്പോ അൽ ജദുവൽ ഫിഅൽ മാളിയുടെ ടേബിൾ. അൽ ഫിഅൽ മബ്നിയു ലിൽ മഅലൂം ഫിഅൽ മബ്നിയു ലിൽ മജ്ഹൂൽ നായിബുൽ ഫാഇൽ. എന്താണ് അൽ മബ്നിയു ലിൽ മഅലൂം? സഅലഹുൽ മുദർരിസു, അവനോട് അധ്യാപകൻ ചോദിച്ചു. അപ്പൊ എന്തായി?
സുഇല എന്ന് മാത്രം മതി. ആ, അവൻ സുഇല. ചോദിക്കപ്പെട്ടു. ചോദിക്കപ്പെട്ടു. കാരണം എന്താണ്? സഅല ഹു അവനോട് ചോദിച്ചു എന്ന്. അതിൽ സഅല പറയുന്നത് സഅല ഹുവിന്റെ അവസാനം ചേർത്തുള്ള അമീർ എന്താണ്? അത് ഹുവ. അതെന്ത് എന്ത് നസ്ബിന്റെ അമീറാണ്. സഅല ഹു അത് മഫ്ഊലുൻ ബിഹിയാണ് അവിടെ ആ. അല്ലെ? ഹു മഫ്ഊലുൻ ബിഹിയാണ്, അതിനോട് ചേർത്ത് മഫ്ഊലുൻ ബിഹിയാണ്. അപ്പൊ അവിടെ ഹു തന്നെയാണ് മഫ്ഊല്. അപ്പൊ സുഇല. അപ്പൊ സുഇല ലമീറുൻ മുസ്തതിറുൻ അവിടെ സർവനാമം എന്താണ്? ഹിഡൻ ആണ്. മുസ്തതിറുൻ ഹിഡൻ. റഫന്റെ പഞ്ഞു. ആ സഅലഹും അൽ മുദരിസു. സുഇലു. ആ സുഇലു. അപ്പൊ എന്തായി? സഅലഹും അവരോട് ചോദിച്ചു എന്ന് പറയുമ്പോ സുഇലു. വാവുൽ ജം. സുഇലു. ആ സുഇലു വാവുൽ ജമ്മാണ് ഇവിടെ അടയാളം. ഗ്രാമർ പറയുമ്പോ ഇങ്ങനെ പറയും. നമ്മൾ സുഇലു പറഞ്ഞിട്ട് അതിനകത്ത് ഹും ഉണ്ടെന്നാണ് പറയുന്നത്. അത് എളുപ്പത്തിൽ നമ്മൾ അവിടെ വാവുൽ ജമ്മൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് പറയുമ്പോൾ അതാണ് സർവനാമത്തിന്റെ അടയാളം എന്ന് പറഞ്ഞപ്പോ പത്തഹു എന്ന് പറഞ്ഞിട്ട് എന്തായാലും ചൊല്ലും. അപ്പോ അത് പറയാതിരിക്കാൻ വേണ്ടിയാണ് പത്തഹ അവൻ തുറന്നു, പത്തഹു അവർ തുറന്നു. സർവനാമം എവിടെയുണ്ട്? സർവനാമം അകത്തുണ്ട്, ഹുമ്മുണ്ട്. അപ്പൊ അതിന് ഗ്രാമറിൽ പറയുന്നത് വാവുൽ ജമാഅത്ത് എന്നാണ്. ആഹാ. സുഇല. വാവുൽ ജമാഅത്താണ് അവിടെ എന്ത്? നായിബുൽ ഫാഇൽ. സഅലഹൽ അബു. സഅലഹൽ അബു അപ്പോ അവളോട് പാപ്പ ചോദിച്ചു. അവൾ ചോദിക്കും. സുഇലത്ത് അൽ മൗലൂദ സുഇല. മൗലൂദ ആ. സുഇല. ഇതൽ മൗലൂദത്തല്ല മൗഊദത്തു. മൗഊദത്തു വൈദൽ മൗഊദത്തു സുഇലത്ത്. ആ കുത്തില്ല. അപ്പൊ ലമീർ മുസ്തതിർ എന്നാണ് പറയുക. ലമീർ മുസ്തതിർ അകത്തുള്ള അതിനകത്തുള്ള ഹിയയാണ് അതാണ് നമ്മൾ പഠിച്ചത്. അത് നായിബുൽ ഫാഇൽ. സഅലഹുന്നൽ അബു അവരോട് അപ്പ ചോദിച്ചു. എന്തായി? സുഇൽന എന്നാണ്. ഫഅൽന പറയുമ്പോൾ സുഇൽന അവർ ചോദിക്കപ്പെട്ടു. അപ്പൊ അവിടെ നൂനുണ്ട്. നൂനാണ്. നൂനും എന്തിനൂനെന്നാ പറയാ? നൂനും നിസ്വത്ത്. നൂനും നിസ്വത്ത്. താനീസിന്റെ നൂനെന്നല്ല പറയും. നൂനും നിസ്വത്ത്. നൂനും നിസ്വത്ത്. താ പറയുമ്പോ താ താനീസ് എന്ന് പറയും. നൂന് പറയുമ്പോ നൂനും നിസ്വത്ത് എന്നാ പറയാ. പെണ്ണുങ്ങളുടെ നൂനെന്നാ. അതായത് ഒറ്റ വാക്കിൽ സംഭവം വ്യക്തമാകും. വാവ് പറയുമ്പോ വാവുൽ ജമാഅത്ത് ബഹുവചനത്തിന്റെ വാവ്. നൂന് പറയുമ്പോ നൂനും നിസ്വത്ത്. സഅലകൽ മുദരിസു പറയുമ്പോൾ നേരത്തെ നമ്മൾ ഇതേ വാക്ക് തന്നെയാണ് പറഞ്ഞത്. സുഇൽത നീ ചോദിക്കപ്പെട്ടു. അവിടെ നമുക്ക് നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെ. ഇൻസൈഡ്. അപ്പൊ എന്താണ്? അപ്പൊ അവിടെ ഹർക്കത്തുള്ള താ വരുമ്പോഴത്തേക്ക് താ എന്നാണ് പറയുന്നത് കേട്ടോ. സുക്കൂനുള്ള താ വന്നപ്പോഴത്തേക്ക് അവിടെ സർവനാമം ഹിഡൻ സർവനാമമാണ്. ഫതഹുള്ള താ വന്നപ്പോ താ എന്നാണ് പറഞ്ഞത്. സഅലകുമുൽ മുദരിസു. അപ്പൊ എന്തായി? അപ്പൊ തും വന്നുകൊണ്ട് തുമ്മാണ് അതിന്റെ നായിബുൽ ഫാഇൽ. സഅലകൽ അബു അപ്പൊ സഅലക്കിൽ അബു പാപ്പ എന്നോട് ചോദിച്ചു. അപ്പൊ സുഇൽതി എന്നാണ്. നേരത്തെ പറഞ്ഞു സുക്കൂണുള്ള താ വരുമ്പോഴത്തേക്ക് നമ്മൾ ഹിഡൻ പ്രോനൗൺ എന്നാണ് പറയുക. അടയാളമുള്ള താ വരുമ്പോഴേക്കും താ എന്നാണ് പറയുക. ആ സഅലകുന്നൽ അബു അപ്പൊ എന്തായി? സുഇൽതുന്ന എന്നാണ്. അവിടെ എന്താണ്? തുന്നയാണ്. സഅലനിൽ മുദരിസു അധ്യാപകൻ എന്നോട് ചോദിച്ചു. അപ്പൊ സുഇൽതു
സുൽത്തി അല്ല സുൽത്ത് തന്നെ സുഇൽതു വരിക. സുഇൽതു രണ്ടും ഒരുപോലെയാണല്ലോ വരിക. നഹിനും ഏത് രണ്ടും. അല്ല അനയും നഹിനും അങ്ങനെ രണ്ടിനും ഉപയോഗിക്കുമല്ലോ. അനയും നഹനും എങ്ങനെ ഉപയോഗിക്കും? ഈ മുദക്കറിനും മുഅന്നസിനും ഉപയോഗിക്കുമല്ലോ. അനയും നഹനും മുദക്കറിനും മുഅന്നസിനും അനയും നഹനും ഉണ്ട്. സുഇൽതു സുഇൽന. അപ്പൊ സുഇൽതു എന്ന് പറയുമ്പോൾ അവിടെ ത ആണ്, സുഇൽന എന്ന് പറയുമ്പോൾ നൂനാണ്. സഅലനൽ മുദരിസ്. ഓക്കെ, അവിടെ നിർത്താം നമുക്ക്. 10 മണിയിലെ 10 മണിയായി, പാളം നീങ്ങണ്ടേ? കൊറേ ഉണ്ട്, ഇനിയുണ്ട്. ഒരുപാട് എത്രയേ ഉള്ളത് അല്ലേ, കുറേ ഉണ്ട്. അപ്പൊ ഇതുപോലുള്ള വാക്കുകൾ ഖുറാനിൽ വരുന്നത് നോക്കണം. അതാണ് നമ്മൾ പറയുന്നത്. ബാക്കി ഞങ്ങൾ എഴുതിക്കൊണ്ടുവരാൻ നോക്കും കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് വായിച്ചു പോവാം. അപ്പൊ നേരത്തെ അല്ല, അഷ്റഫ് സാഹിബ് അല്ല. പറഞ്ഞ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തം ഉണ്ടാവും. എന്താ ഉസ്താദേ? ഈ അഷ്റഫ് സാഹിബ് നേരത്തെ പറഞ്ഞ സംശയമില്ലേ, എന്റെ മനസ്സിൽ വന്നില്ല. ആ അപ്പൊ അദ്ദേഹം ചോദിച്ചപ്പോഴാണ് നമ്മൾ വിചാരിക്കും പൊട്ടത്തരം ചോദ്യമാണ് ചോദിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ അതുകൊണ്ടേ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. അതെ, ഓരോരുത്തരുടെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല, ഏൽക്കാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോഴാണ് ഞാനും അതിനൊക്കെ ചിന്തിച്ചത്. ഈ പാഠത്തിൽ ഈ ഭാഗത്ത് പറയുന്നത് അത് തന്നെയാണ്. റഫഇന്റെ സർവനാമവും നസ്ബിന്റെ സർവനാമവും വ്യത്യാസമായിരിക്കും. ഒന്ന് മുസ്തത്തിറായിരിക്കും അല്ലേ? റഫഇന്റെ സർവനാമം വരുമ്പോൾ ഹുവ ഹും അൻത അൻതും അന ഇയ. നസ്ബിന്റെ സർവനാമം വരുമ്പോൾ ഹു എന്ന് മാത്രമേ പറയുള്ളൂ. ഹു സഅല ഹു പോലെ, ഹു ഹും ക കും യ ന ഹ. അപ്പം അതായത് നസ്ബിന്റെ സർവനാമം വരുമ്പോൾ അത് സർവനാമം വരുമ്പോൾ വേറൊന്നിനോടൊപ്പം ചേർന്നേ വരുള്ളൂ. ഹാ വരുമല്ലോ. ഹാ പറഞ്ഞു അല്ലേ? മുത്തകല്ലിം. അതെ. ഇപ്പോ റഫിന്റെ സർവനാമമേ ഉണ്ടാവുള്ളൂ. സർവനാമമായിട്ട് വരുമ്പോൾ സ്വതന്ത്രമായിട്ട് വരുള്ളൂ. സ്വതന്ത്രമായിട്ട് സർവനാമം വന്നാൽ അത് റഫിന്റെ സ്ഥാനത്തായിരിക്കും. റഫിന്റെ സ്ഥാനത്തായിരിക്കും. ഇനി നസ്ബിന്റെ സ്ഥാനത്ത് അത് ഒറ്റയ്ക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? മറ്റൊന്നിനോട് ഇയ്യ ചേർക്കുന്നത് എപ്പോഴാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. ഇയ്യ ചേർക്കുന്നത് എപ്പോഴാണെന്ന് പഠിച്ചോ? ആ പാഠം എടുത്ത് നോക്കിയാൽ ഇത് കാണാം. ഇയ്യ ചേർക്കുന്നത് എപ്പോഴാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു? പഠിച്ചില്ല. ഇയ്യ ചേർക്കുന്നത് പഠിച്ചിട്ടില്ലെങ്കിൽ രണ്ടാം ഭാഗത്ത് വന്നിട്ടില്ല, അത് ഇനിയായിരിക്കും വരിക. ഇയ്യ ചേർക്കുന്ന ഒരു ഭാഗം ഒരു പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. അത് വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഇത് വരുന്നത് നസ്ബിന്റെയും റഫിന്റെയും വന്നിരുന്നത്. കാരണം ഒറ്റയ്ക്ക് വരുമ്പോഴത്തേക്ക് എന്നാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇയ്യാഹു ഹുവ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ, ഒറ്റയ്ക്ക് വന്നാൽ എന്താണ്? ഒറ്റയ്ക്ക് സ്വതന്ത്രമായിട്ട് വന്നാൽ അത് റഫ് ആണ്. നസ്ബിന്റെ സ്ഥാനത്ത് വന്നാൽ എന്തായിരിക്കും? ഇയ്യാടെ കൂടെ ചേർന്നേ വരും. ഒറ്റയ്ക്ക് വരണമെങ്കിൽ, ഇപ്പൊ കാ ഒറ്റയ്ക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇയ്യ ചേർക്കണം. അതിനാണ് ഇയ്യാക്ക എന്ന് പറയുന്നത്. ഇയ്യാക്ക ഇയ്യാക്ക എന്തിനാണ് പറയുന്നത്? ഇയ്യാക്ക എന്തിനാണ് അവിടെ? നഅ്ബുദുക എന്ന് പറയുന്നതിന് വരെ കായ ഒറ്റയ്ക്ക് പറയാം. അപ്പോ കായ മുമ്പേ വരണമെങ്കിൽ ഒറ്റയ്ക്ക് വരണം. അപ്പൊ അവനെയാണ് എന്ത് ചെയ്യുന്നത്? ഇയ്യ ചേർത്തിട്ട് അതിന്റെ സീറ്റിൽ അതിന്റെ പുറത്ത് ഇരിക്കുന്നത്. അത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി വരും. പഠിച്ചിട്ടുണ്ടാകാനാണ് സാധ്യത എന്നാണ് എന്റെ മനസ്സുള്ളത്. ഓർമ്മ ഉണ്ട്. ഇതിലാണോന്നറിയില്ല. രണ്ടാം ഭാഗത്തിന്റെ അവസാനം എവിടെയുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ഞങ്ങളത് ആ ഒരു ഇതിൽ ആക്കിയിട്ടുണ്ടാവില്ല, പ്രാധാന്യത്തോടെ കേട്ടിട്ടുണ്ടാവില്ല. അതായിരിക്കാം ചിലപ്പോ. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ചതാണ് ഒരു ബാച്ച് കഴിഞ്ഞതാണെങ്കിൽ 3-ാം ഭാഗം. പക്ഷെ എന്റെ മനസ്സിൽ അങ്ങനെ വരുന്നില്ല. അതുകൊണ്ട് എന്റെ മനസ്സിലെല്ലാം ഇതായിട്ടെന്നാണ് വരുന്നത്. ഉസ്താദ് എത്ര ക്ലാസ് പഠിപ്പിക്കേണ്ടതാണ്? എങ്ങനെ മനസ്സിലാക്കുക പറഞ്ഞോന്നൊക്കെ? എത്ര ക്ലാസ് ഉണ്ടാവും?
ഇയാളെ പഠിച്ചത് ഇതിലാണ് ഖുർആൻ. ഏതില്? അന്നാമിലാ തോന്നുന്നു. അന്നാമിലാ പറഞ്ഞിട്ടുള്ളത്. അതല്ല, അന്യാമിൽ ഇങ്ങനെ പറയില്ല. അന്യാം പഠിപ്പിക്കുമ്പോ സ്വതന്ത്ര സർവനാമം അങ്ങനെ വരുമ്പോ റഫിന്റെ സർവനാമമൊന്നും നെസ്ബിന്റെ സർവനാമമൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അതേസമയം അല്ല, എന്നൊക്കെ പറയുന്ന സമയത്തൊക്കെ അതുപോലെ സന്ദർഭത്തിൽ പറഞ്ഞാണ് ഇയാൾ ചേർത്താണ് പറയുന്നതെന്നൊക്കെ പറയും. പക്ഷേ സർവനാമങ്ങൾ നമ്മൾ എണ്ണി പഠിച്ചിട്ടുണ്ട്. റഫിന്റെ സർവനാമവും നെസ്ബിന്റെ സർവനാമവും എണ്ണി പഠിച്ചിട്ടുണ്ട്. ഈ പേരേ പറയാത്തുള്ളൂ. പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഈ പേര് പറഞ്ഞിട്ടില്ല. അത്രേ നെസ്ബിന്റെ തോന്നുന്നുള്ളൂ. സർവനാമം എന്ന് പറയാതെ അവിടെ പറയാൻ പറ്റില്ല. അറിയില്ല. ഉസ്താദ് നെസ്ബിന്റെ സർവനാമം എന്ന് പറയാതെ അവിടെ പറയാൻ പറ്റും. ഉണ്ടാവും. അപ്പൊ എന്തായാലും അത് ഭാഷ നന്നായി ഇന്ന പഠിക്കാനുള്ള നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്താ പറഞ്ഞ അശോക് സാഹിബ്? ഇത് ഇന്നന്റെ കൂടെ എങ്ങനെ പറഞ്ഞു? ഇന്നയുടെ കൂടെയാണ്. ഇന്നഹ ഇന്നഹോ ഇന്നയുടെ കൂടെ മുമ്പ് ഇന്നക്ക അങ്ങനെയൊക്കെ ഇന്നക്ക് ആയിട്ടാ പറഞ്ഞത് ഇന്നക്ക് ഉസ്താദ്. അല്ല, അതൊക്കെ ഇന്നയുടെ കൂടെ ഓക്കെ. ഇയാളുടെ കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ചാപ്റ്ററിലുള്ളതാണ്. ഉം. റഫിന്റെ സർവനാമവും നെസ്ബിന്റെ സർവനാമവും അത് ഒറ്റയ്ക്ക് വരുമ്പോൾ ഇയ്യ ചേർത്ത് പറയണം എന്നതും എന്താണ് അത് വേറെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് പോലെ അന്നാമിലും അങ്ങനെ ഓരോന്നിലൊക്കെ, അല്ലാതെ ഇല്ല. എന്തായാലും കുറച്ചുകൂടി കേട്ടിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഉപയോഗിച്ചിട്ട് അതാ. റബ്ബന അപ്പൊ എല്ലാവരും സമ്മതിദാന അവകാശം ഉപയോഗപ്പെടുത്തണം കേട്ടോ. നാളെ രാവിലെ പോയി സമ്മതിദാന അവകാശം ഉപയോഗപ്പെടുത്തണം. ഞങ്ങൾക്ക് ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് മറ്റന്നാളെ 11-ാം തീയതി ഉസ്താദെ. നിങ്ങൾക്ക് ഇന്നല്ല. ഓക്കെ. ഞങ്ങൾക്ക് ഇവിടെ നാളെയാണ്. അപ്പൊ തിരുവനന്തപുരത്ത് നാളെയാണ് അല്ലേ? എറണാകുളം വരെ. ഓ, അത് ശരി. എറണാകുളം ഇങ്ങോട്ടല്ല, ഞങ്ങളുടെ അടുത്തേക്കല്ല, അപ്പുറത്തേക്കാ വരില്ല. ഓക്കെ. നിങ്ങൾ തൃശ്ശൂർ മുതൽ അങ്ങോട്ട് വരെ ആയിരിക്കും. ശരി. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ കണ്ടെത്തി അതിന്റെ ന്യായമനുസരിച്ച് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. സന്മനസ്സും സാവകാശവും ബോധോദയവും ഹിക്മത്തും മൗഇദത്തും എല്ലാം നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله.